എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തമമായിരിക്കുന്ന ഉത്തരത്തെ നമ്മൾ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥിച്ച പലരുടെയും പിന്നാലെ ഞാൻ യാത്ര ചെയ്തു. അവരാരെങ്കിലും ഒരു നിർവചനം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞ വാചകത്തെ നിർവചനമായി പരിഗണിക്കാൻ പറ്റുന്നതുണ്ടോ എന്നറിയാൻ ഒത്തിരി അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രഗത്ഭന്മാരെന്നൊക്കെ പേര് കൊണ്ടിട്ടുള്ള പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയിലൂടെ വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥന എന്താണെന്ന് പറയാൻ ഒരു നിർവചനം എടുക്കാൻ അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ദൈവാത്മാവെന്നെ ചൂണ്ടിക്കാണിച്ചൊരു വാക്യം, ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒരു സഹോദരി ആലയത്തിൻ്റെ ഭാഗത്ത് വന്നിരുന്നു. ആലയത്തിൽ വന്നിരുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം യഹൂദ സ്ത്രീകൾക്ക് ആലയത്തിൽ വരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവൾ വന്നത് സ്ത്രീകളുടെ പ്രാകാരത്തിൽ. അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടവക വികാരിക്ക് മനസ്സിലായില്ല അവൾ പ്രാർത്ഥിക്കുകയാണ്. അവൾ മദ്യപിച്ച് മതോന്മത്തയായിരുന്നിട്ട് എന്തോ പുലമ്പുന്നു എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഹൃദയവ്യതയോടെ നെഞ്ചകം വിങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു ഇടവകാംഗത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു ശുശ്രൂഷകൻ. അദ്ദേഹം അവിടെ നിന്ന് വികലമായ ഒരു വാചകം പറയുന്നു, മദ്യപിച്ചിരിക്കുന്നു നീ അവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ആ സ്ത്രീ ഉണർന്ന ധൈര്യം അവലംബിച്ചിട്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറിയിട്ട് ആ പുരോഹിതൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാചകം മറക്കരുത്. പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോഴൊക്കെ അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അവൾ പറഞ്ഞ വാചകം എന്തുവാ? യജമാനനെ, ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ ബാക്കി പറ. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. അതത്രയും അവിടെ വ്യക്തിപരമായ കാര്യമാണ്. അടുത്തതാണ് ഡെഫിനിഷൻ. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. വാട്ട് ഈസ് പ്രയർ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ ഉത്തരം ഉത്തമമായി പറയേണ്ടത് ഇതാണ്: എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന പ്രക്രിയയ്ക്കാണ് എന്തോ പറയാവുന്നേ? പ്രാർത്ഥന. വാചകക്കസരത്തല്ല പ്രാർത്ഥന, വാക്കുകളുടെ ഒരു സംയോജനമല്ല, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ ഭാഷയെ തനത് നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഷാ സൗന്ദര്യത്തിൻ്റെ സാഹിത്യ ശില്പമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പകർച്ചയാണ്. ഭാഷ കൊണ്ട് മാത്രമേ, വാക്കുകൾ കൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നുള്ളെങ്കിൽ ജനിച്ച നാൾ മുതൽ ആ എന്നൊരക്ഷരം, അമ്മ എന്നൊരു വാക്ക്, അച്ഛൻ എന്നൊരു വാക്ക്, അപ്പൻ എന്നൊരു വാക്ക്, ദൈവമേ എന്നൊരു വാക്ക് പറയാൻ നിർവാഹമില്ലാതെ പോയ ഊമൻ്റെ ഗതി എന്തായി പോയേനെ. അതുകൊണ്ട് ഊമന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വാക്ക് ഉരിയാടാൻ പറ്റാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അവരുടെ ഹൃദയം പകരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം ഒരു വ്യക്തി തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന പ്രക്രിയയ്ക്ക് എന്തോ പറയാം? പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ മുതൽ തുടങ്ങിയത് ഹൃദയത്തിൻ്റെ പകർച്ചയാണോ എന്ന കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. ഇനി ആ ഡെഫിനിഷനകത്തൊരു ഉപദേശത്തിൻ്റെ നുറുങ്ങ് ഞാൻ എടുത്തു തരാം. ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നു എന്നാ പറയുക. പകരണമെങ്കിൽ ഹൃദയം ഏതവസ്ഥയിൽ വരണമെന്ന് പറയും? ഖരം, ദ്രവം, വാതകം. ഓക്കെ, ഇങ്ങനെ 3 അവസ്ഥയാണ് സാധാരണ സംഗതികൾ. ഇതിൽ പകരണമെങ്കിൽ ഏതവസ്ഥയിലേക്ക് വരണം? പ്രൈസ് ദി ലോർഡ്. കടുകട്ടിയായിരിക്കുന്ന ഹൃദയത്തെ ഒരു വ്യക്തിക്കും ഉപവാസ പ്രാർത്ഥനയിൽ പകരാൻ പറ്റില്ല. ഹൃദയത്തിൻ്റെ കടുപ്പം മാറണം. അതാണ് ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത്. ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത് ഹൃദയത്തിൻ്റെ കടുപ്പം. ഇതിനകത്ത് അടിഞ്ഞുകൂടിയ സകലവിധ ദോഷങ്ങളും മലിനതകളും, വിമർശന, വിരോധ, വിദ്വേഷ, വിഭാഗീയതകൾ, ഈർഷ്യ, പക, പിണക്കം, ക്രോധം, മറ്റുള്ളവരോടുള്ള അകൽച്ച ഉണ്ടോ? ജീവിത വഴിത്താരയിൽ നമുക്ക് പറ്റിക്കൂടിയ ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. ആരോടൊക്കെയോ നമ്മൾ ഇപ്പോഴും പിണക്കത്തില്ല, പകയില്ല, മിണ്ടാട്ടമില്ല, ഊരിയാട്ടമില്ല. കുടുംബ ബന്ധങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, സ്കാനിങ് ചെയ്യണം. അടുത്തിടപഴകുന്നയാൾ, ഇഴയടുപ്പമുള്ള ആളുകളുമായിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ നിലപാട്? ദാമ്പത്യം എങ്ങനെയുണ്ട്? സാമ്പത്തികം എങ്ങനെയുണ്ട്? സാമൂഹ്യ ജീവിതം എങ്ങനെയുണ്ട്? സഭാജീവിതം എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തുമ്പം ഹൃദയത്തിൻ്റെ ചില വിഷമതകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ ഹൃദയത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പകരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവാത്മാ പറയുന്നു, വെള്ളം പോലെ നിന്റെ ഹൃദയം കർത്തൃസന്നിധിയിൽ എന്തോ ചെയ്യണം? പകരണം. വെള്ളം പോലെ. അപ്പോൾ ഹൃദയം എന്തോ പോലെ ആകണം? കടുപ്പം മാറി, കട്ടി മാറിയിട്ട് സുതാര്യതയിലേക്ക് വന്നെങ്കിലേ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുകയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. പിണക്കം ഉപേക്ഷിച്ച്, വാശി ഉപേക്ഷിച്ചിട്ട് നാം അങ്ങ് ഇറങ്ങണം താഴോട്ട്. പരിത്യാഗത്തിന് വേണ്ടി, സെൽഫ് ഡിനയലിന് വേണ്ടി നാം ആകുമ്പോഴേ നമ്മുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുകയുള്ളൂ. വായിച്ച 66-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത് വാക്യം ഈ ചിന്തയെ ഒന്നുകൂടെ സാധൂകരിക്കാൻ ഉതകുന്ന ഒരു വേദശകലം. 66-ാം സങ്കീർത്തനം 18. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു, എന്നാൽ എൻ്റെ പ്രാർത്ഥനാ ശബ്ദം അവൻ ശ്രദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥനയെങ്കിൽ ആ പകരുന്ന ഹൃദയത്തിൽ എന്തോ പാടില്ല? കമോൺ, എന്തോ പാടില്ല? അകൃത്യം പാടില്ല. പാപം എന്ന പദമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, അകൃത്യം എന്ന പദമാണ്. പദപഠനം നടത്തണം. വേദപുസ്തകത്തിലെ വാക്യങ്ങളിൽ പദപഠനം നടത്തണം. എറ്റിമോളജി എന്ന് പറയും, പദങ്ങളെക്കുറിച്ചുള്ള പഠനം. ദ ഒറിജിൻ ഓഫ് ദ വേർഡ്, അതാണ് എറ്റിമോളജി. എറ്റിമോളജി പഠിക്കുമ്പോൾ അവിടെ പാപം, എൻ്റെ ഹൃദയത്തിൽ പാപം ഉണ്ട് എന്നല്ല പറയുക, പിന്നെന്താണ്? അകൃത്യം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് കേൾക്കെ. പാപികളുടെ പ്രാർത്ഥന ദൈവം ഓൾറെഡി എന്ത് ചെയ്യുന്നില്ല?
കേൾക്കുന്നില്ല. അപ്പോൾ അകൃത്യമുള്ളവൻ്റെ പ്രാർത്ഥനയും എന്ത് ചെയ്യത്തില്ല? കേൾക്കയില്ല. നമ്മുടെ പാപം പരിഹരിക്കപ്പെട്ടു. കർത്താവിലെ നെഞ്ചിലെ ചോര നിമിത്തമായിട്ട് അത് കഴുകി വെടിപ്പാക്കി പാപത്തിൽ നിന്ന് നമ്മൾ, ആദമ്യ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും അതിൻ്റെ അതീശത്വത്തിൽ നിന്നും നമ്മൾ വിടുതൽ നേടിയിട്ടുണ്ട്. ഓക്കെ, കർത്താവിൻ്റെ ക്രൂശ് മരണം നാം ഏറ്റെടുത്തത് കൊണ്ട് കഴിഞ്ഞ രാത്രി നിങ്ങൾ കേട്ടല്ലോ, രക്തത്തോടുള്ള ഏകീഭാവം, ശരീരത്തോടുള്ള ഏകീഭാവത്തെക്കുറിച്ചൊക്കെ കേട്ടു. പ്രിയങ്കളിൻ്റെ പ്രാർത്ഥനയിൽ അത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അറിയണം, നമ്മൾ രക്തത്താൽ കഴുകപ്പെട്ടത് കൊണ്ട് പാപം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ഈ അകൃത്യം എന്തുവാണെന്നറിയാമോ? അകൃത്യം എന്ന് പറയുന്ന ആ പദത്തിൻ്റെ മൂലപദം പാരാപ്റ്റോമ എന്നാണ്. പാരാപ്റ്റോമ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. പാരാപ്റ്റോമ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാകും, യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷാർഹരാണ് എന്നതാണ്. അപ്പോൾ ഈ അകൃത്യം എന്ന് പറഞ്ഞാൽ കൽപ്പിത പരിധി വിട്ടുപോകുക, അതിർത്തി മുറിക്കുക. അതിനെയാണ് എന്തോ പറയുന്നത്? അകൃത്യം. പാപം വേറെ, അകൃത്യം വേറെയാണ്. പാപമെന്ന് പറയുന്നത് ഉന്നം പിഴയ്ക്കുക എന്നൊക്കെയുള്ള ദൈവിക ദിശയിൽ നിന്ന് മാറിപ്പോകുക. അതായിരുന്നു ആദമ്യ പാപം. അതിൻ്റെ പിന്തുടർച്ചയിലാണ് നമ്മൾ. അത് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മളെ സഭ എന്ന തട്ടകത്തിലാക്കിയ ശേഷം അരുത് 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 എന്നൊത്തിരി വിലക്കുകൾ ഉണ്ട് നമുക്ക്. ആ കൽപ്പിത പരിധിയെ വിട്ടുപോകുന്നതിനെയാണ് എന്തോ പറയുന്നത്? അകൃത്യം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ പാപവും അകൃത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മിൽ ഉണ്ടായിരുന്നതാണ് ഏത്? പാപം. രക്ഷിക്കപ്പെട്ട ശേഷവും വചനം മറന്ന് യാത്ര ചെയ്തു. അരുത് എന്ന് പറഞ്ഞതിനെ നമ്മൾ അവഗണിച്ചു. കണ്ടോ? അരുതുകളുടെ വിലക്കുകളെ അവഗണിച്ചു. അപ്പൊ നമ്മൾ ആരായി മാറി? അതിക്രമമുള്ളവരായി മാറി. അതാണ് ഇതിന്റെ വസ്തുത. തുടരുത്, പിടിക്കരുത്, എടുക്കരുത്, കാണരുത്, കേൾക്കരുത്, ആ നമ്പർ ഡയൽ ചെയ്യരുത്, ആ വെബ്സൈറ്റ് പരതേണ്ടതില്ല. വാട്സപ്പ്, യൂട്യൂബ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഇതിനകത്തുകൂടെ എല്ലാം ഇങ്ങനെ തോണ്ടി പോകുമ്പോൾ ആത്മീയതയുടെ താളം ചിലപ്പോൾ പിഴച്ചു പോകും. ആത്മീയതയ്ക്ക് ഗതിഭേദമുണ്ടാകാം. എടുത്ത തീരുമാനത്തിനും പ്രതിഷ്ഠയ്ക്കും മാറ്റമുണ്ടാകാം. വൈകാരിക വിദ്വേഷ സങ്കീർണത ശരീരത്തിൽ ഇങ്ങനെ അങ്ങോട്ട് അരിച്ച് കയറുന്നു പറഞ്ഞാൽ ഉച്ചന്തല വരെ കയറുമ്പം പെട്ടെന്ന് ആത്മീയത അങ്ങ് മറന്നു പോകാം. ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അതിർത്തി മുറിച്ചു പോകാം. അപ്പോഴാണ് നമ്മൾ അകൃത്യമുള്ളവരാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതറിയാതെ നമ്മൾ ദൈവസന്നിധി വന്നിരുന്ന ശാലിൻ രാജൻ പാട്ട് കേട്ടിട്ട് അന്യഭാഷയിൽ ആരാധിക്കുക, പ്രൈസ് ആൻഡ് വർഷിപ്പിൽ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ താളം ഉണ്ടാക്കുകയും മേളമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഒരു കാര്യമില്ല. അകൃത്യമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം. പ്രാരംഭ ദിനങ്ങൾ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചിന്തകളെ ഞാൻ നിങ്ങൾക്ക് നൽകി തരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു ഇന്നലെയും ഇന്നും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അകൃത്യം എന്താണെന്ന് മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവൻ ജീവിതത്തിൽ വരുത്തുന്ന അനാത്മിക പ്രവണതകൾ, വചനവിരുദ്ധ നിലപാടുകളെയാണ് എന്തോ പറയുക? അകൃത്യം എന്ന് പറയുന്നത്. ആ അകൃത്യം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ കർത്താവ് എന്തോ ചെയ്യത്തില്ല? ആ ഹൃദയത്തെ പകരാനും പറ്റത്തില്ല. അത് കടുകട്ടിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാശി ഉപേക്ഷിച്ച്, പിണക്കം ഉപേക്ഷിച്ച് സുതാര്യതയിലേക്ക് ജീവിതം വരാത്തിടത്തോളം കാലം നമ്മുടെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യത്തില്ല? കേൾക്കയില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തരണേ 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 തരണേ, അതാണ് നമ്മുടെ സ്ഥിരം പല്ലവി, അല്ലേ? കർത്താവ് എന്നെ അനുഗ്രഹിക്കണേ, തരണേ തരണേ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ബുദ്ധി തരണേ, ജ്ഞാനം തരണേ, വിവേകം തരണേ, സാമ്പത്തികം തരണേ, ആരോഗ്യം തരണേ, എൻ്റെ കുഞ്ഞിന് നല്ല ഭാവി തരണേ, എല്ലാം തരണേ 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 എന്നാ, അല്ലേ? തരണേ 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 എന്ന് നമ്മൾ നിരന്തരം അങ്ങ് പ്രാർത്ഥിക്കുക. ഈ കാര്യങ്ങൾ തരണേ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നുപോയാലും നമുക്ക് കിട്ടാനുള്ളതെല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ എനിക്ക് ആവശ്യമായ ഓക്സിജൻ തരണമെന്ന് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ആരും പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കിന്ന് വേണ്ടുന്ന അപ്പം തരണമെന്ന് പ്രാർത്ഥിച്ച് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിട്ടും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പം തരണേ തരണേ എന്ന് നമ്മൾ ഈ വാദോരാതെ പറയുന്ന സംഗതി പറയാൻ മറന്നുപോയാലും മറക്കാതെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിനങ്ങളിൽ കരയേണ്ട ഒരു കാര്യം, എന്നെ കഴുകണമേ എന്നാണ്. എന്നെ കഴുകണമേ കർത്താവേ, എൻ്റെ അന്തരംഗത്തെ കഴുകണമേ, എൻ്റെ ഹൃദയത്തെ കഴുകണമേ, എൻ്റെ കണ്ണുകളെ കഴുകണമേ, എൻ്റെ നാവിനെ കഴുകണമേ. അരുതാത്തതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിദ്വേഷഭാവം അകത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട വ്യക്തിയുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. എൻ്റെ മമ്മി അകത്തുപോയി കരഞ്ഞു, ഏങ്ങലടിച്ചു ഞാൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട്. എൻ്റെ ഭാര്യ വല്ലാതെ ചകിതമായി പോയി. എൻ്റെ ഭർത്താവ് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുപോയി. എൻ്റെ നാവ് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഈ സ്തോത്രം പറയുന്നത്. അതുകൊണ്ട് തരണേ എന്നുള്ളതിനല്ല പ്രസക്തി. ഉപവാസത്തിൻ്റെ ആരംഭങ്ങളിൽ കഴുകണമേ എന്നുള്ളതിനാ പ്രസക്തി. ബോധ്യമായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴുകണമേ 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 എന്ന് പറയാൻ കഴിയണം. ഹല്ലേലൂയ. ഒരിക്കലായി രക്തം കൊണ്ട് കഴുകപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ പൂർണ്ണത പ്രാപിച്ചു എന്ന് ചിന്തിക്കരുത്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. കണ്ടോ? ആയിത്തീർന്നിട്ടില്ല. പ്രയോഗം കണ്ടോ? ഞാനത് മുമ്പേ പറഞ്ഞേ, വചനത്തിൻ്റെ പദങ്ങൾക്ക് പ്രസക്തി കൊടുക്കണം, അതിൻ്റെ പ്രയോഗങ്ങൾക്ക് പ്രസക്തി കൊടുക്കണം. വിശുദ്ധരും നിഷ്കളങ്കരും ആയതുകൊണ്ടല്ല, പിന്നെ ആകേണ്ടതിന്. അപ്പം നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ആയിത്തീർന്നിട്ടില്ല. കൊലോസ്യ ലേഖനം പറയുന്നത് വിശുദ്ധരും നിഷ്കളങ്കരും
പരിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി നിൽക്കേണ്ടതിന്. അപ്പം നമ്മൾ ആയിത്തീർന്നിട്ടില്ല. അതുകൊണ്ട് പറയണം, അങ്ങയുടെ വചനം കൊണ്ട് എന്നെ കഴുകണമേ, അങ്ങയുടെ ആലോചന കൊണ്ട് എന്നെ കഴുകണമേ, അങ്ങയുടെ സ്പർശനം കൊണ്ട് എനിക്കൊരു കഴുകൽ തരണമേ കർത്താവേ, എനിക്കൊന്നുകൂടെ ഒന്ന് ക്രമീകരിക്കപ്പെടാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയുടെ നിർവചനമാണ് കേട്ടത്. വൈകി വന്നവർ കേട്ടോ, ഹന്ന പറയുക തൻ്റെ ഇടവക വികാരിയോട്, ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നല്ല അവൾ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരും. ആ പകരുന്ന ഹൃദയത്തിൽ എന്തോ പാടില്ല, അകൃത്യം പാടില്ല. അകൃത്യം എന്ന സംഗതി നമ്മുടെ ഹൃദയത്തിലേക്ക് വരാതെ, നമ്മുടെ മനസ്സിലും മനസ്സാക്ഷിയിലും അത് വ്യാപരിക്കപ്പെടാതെ ജീവിതത്തെ സംശുദ്ധമായി കാത്തുകൊള്ളുവാനുള്ള ഒരു വെളിപ്പാട്, ഒരു ഉത്സാഹം, ഒരു ഉന്മേഷം, ഒരു ഉണർവ് നമ്മിലേക്ക് വ്യാപരിക്കപ്പെടാനും കൂടെ ആകട്ടെ ഈ ഉപവാസം. പ്രൈസ് ദി ലോർഡ്. അത് ആഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ വരിക. നിർവചനമാണ് തന്നത്. മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ വരിക. പ്രാർത്ഥനയുടെ നിർവഹണം. ഓക്കെ, മറക്കരുത്. ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം, കുറിച്ചു കൊള്ളണം. അടുത്ത നമ്മൾ ആദ്യം ചിന്തിച്ചെന്തായിരുന്നു? പ്രാർത്ഥനയുടെ നിർവചനം. അടുത്തത് പ്രാർത്ഥനയുടെ നിർവഹണം. പ്രാർത്ഥനയുടെ നിർവഹണത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഭാഷ. രണ്ട്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ നിലപാട്. ഇത് രണ്ടും നിർവഹണത്തിൽ പരമപ്രധാനമായ സംഗതിയാണ്. ഇരുത്തം വന്ന ആത്മിക പിതാക്കന്മാരെ, മാതാക്കളെയൊക്കെ നമ്മൾ നോക്കിയാൽ അവരുടെ പ്രാർത്ഥനയിലെ ഭാഷ ഒന്ന് വേറെയാണ്, അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നുള്ള ഇരിപ്പൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ തലമുറകൾ മാറി മാറി വരുമ്പോഴും ഒത്തിരി അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, എങ്ങനെങ്കിലും ഭാഷ ഉപയോഗിച്ചാൽ മതി എന്നൊരു താളത്തിലേക്ക് അവർ മാറുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ അറിവുള്ളതായി മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പച്ചൻ തിയോളജി എന്നൊന്നും പറഞ്ഞ് നമുക്കിതിനെ തള്ളിക്കളയാൻ പറ്റില്ല. പ്രായമായവർക്ക് കിട്ടിയ പക്വതയാണ് അവരുടെ ഭാഷയിൽ വെളിപ്പെടുന്നത്, അവരുടെ ശരീര നിലപാടിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ നിർവഹണത്തെക്കുറിച്ച് ഇതൊക്കെ ആദ്യത്തെ ദിവസം പറയേണ്ടതായിരുന്നു, പക്ഷേ എന്നെ ഇന്നത്തേക്ക് വരാനാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അധികം വൈകിട്ടില്ല, രണ്ടാം ദിവസമല്ലേ, കുഴപ്പമില്ല, ക്രമീകരണത്തിൻ്റെ ദിവസം. അപ്പോൾ അറിയണം പ്രാർത്ഥനയുടെ നിർവഹണം. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. കുഞ്ഞുമക്കളെല്ലാം ശ്രദ്ധിച്ചോണം, അങ്ങും ഇങ്ങുമൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. പ്രാർത്ഥനയുടെ നിർവഹണത്തിൽ ഒന്നാമത്തേത് ഭാഷയാണ്. ഞാനൊരു വാക്യം തരാം നിങ്ങൾക്ക്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വായിച്ച്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത് വാക്യം. യെസ്, നെഹമ്യാവൊക്കെ എവിടെ താമസിക്കുന്നതെന്ന് അറിയാവോ? യെസ്. രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം, അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ. ശ്രദ്ധിച്ചോണം, ഉപവസിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോണം. ഉപവാസത്തോടെ വന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരു ഉപവാസമായിട്ട് അങ്ങനെ വെറും വയറോടെ പോവുക എന്നുള്ള ചില നിർബന്ധക്കാരുണ്ട്. ഉപവാസമായിട്ട് വല്ലതും കഴിച്ചുകൊണ്ട് പോയെങ്കിലേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നാണ് ചിലരുടെ ഒരു രീതി. ഓക്കെ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യം, നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു വാചകം നാം മറക്കരുത്. പുതിയ നിയമത്തിലേറെ പ്രസക്തിയുള്ള ഒരു വാചകമാണ്, ഒരു വാക്യമാണ്, വേദശകലമാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അങ്ങയോട് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് കാത് തുറന്നും കാണേണ്ടതിന് കണ്ണ് തുറന്നുമിരിക്കണമേ. അപ്പം നമ്മൾ കണ്ണടച്ച് നടത്തുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് കണ്ണടച്ചോണ്ടല്ല, ദൈവം കണ്ണ് തുറന്നിരുന്നാണ് കേൾക്കുന്നത്. പ്രാർത്ഥിക്കാൻ നേരത്തെ ഈ വിചാരം മനസ്സിൽ വരണം. മനസ്സിലായോ? നമ്മൾ കണ്ണടച്ചിരുന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കുന്നു? കണ്ണ് തുറന്ന് കേൾക്കുന്നു. അപ്പം നമ്മുടെ പ്രാർത്ഥന നേരത്തുള്ള ഉഴപ്പ് മുഴുവനും കർത്താവ് എന്തോ ചെയ്യുന്നുണ്ട്? നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ കണ്ണടയ്ക്കും. ചില പുള്ളികൾ കണ്ണ് തുറന്നിരിക്കും അന്നേരം. അപ്പം കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും, എല്ലാവരും കണ്ണടയ്ക്കും. പക്ഷേ ദൈവം അന്നേരം കണ്ണ് തുറക്കുകയാണ്. പ്രാർത്ഥിക്കാനിരിക്കുന്നവൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാൻ. സ്തോത്രം. ഞാനതിനെ പറയാം, ശ്രദ്ധിക്കണം. രണ്ട് കാര്യങ്ങൾ തുറക്കണമെന്നാണ് നെഹമ്യാവ് ആദ്യം പറയുന്നത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. ഒന്ന്, അങ്ങയുടെ കാത് തുറന്നിരിക്കണമേ. അപ്പോൾ പ്രാർത്ഥന വാചകങ്ങൾ ദൈവത്തിന് കേൾക്കണം. ഉള്ളിൽ തട്ടിയാലും ദൈവത്തിനത് ഗ്രഹിച്ചറിയാൻ പറ്റും. ദൈവം സർവജ്ഞാനിയാണ്, ഗ്രഹിച്ചറിയാം. പക്ഷേ പ്രാർത്ഥന വാക്കുകളായി പുറത്തു വരുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ചില രീതികളുണ്ട്. മലയാള ഭാഷ പ്രാർത്ഥിക്കാൻ കൊള്ളാത്ത രീതിയിലേക്ക് നമ്മളെല്ലാവരും കൂടെ ആക്കി. നമ്മളെ ആരും തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നും അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാൾ ദൈവത്തെ എത്ര പ്രാവശ്യം നീ 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 നിന്റെ 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 എന്ന് പറയുമെന്നറിയാവോ? അതില്ല, നമുക്ക് പറ്റില്ല. നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, നിന്റെ ദാസനെ കരങ്ങൾ ഉപയോഗിക്കണേ, മൈക്കിൽ ലൈക്കുമല്ല നീ തന്നെ പ്രവർത്തിപ്പിക്കണമേ, പാടുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ നീ അനുഗ്രഹിക്കണേ. എത്ര പ്രാവശ്യമാണ് ദൈവത്തെ നീ 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 എന്ന് വിളിക്കുന്നതെന്നറിയാവോ? ഇത് പറഞ്ഞ ആരും നമ്മളെ തിരുത്തിയിട്ടില്ല. നിന്റെ 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 അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. അതത്ര വലിയ ഗുരുതരമായ പ്രശ്നമാണോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പപ്പായെ നീ വായിച്ച പത്രം എന്ത് ചെയ്യുന്നു ചോദിക്കണം.
അമ്മയെ നീ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തായിരുന്നല്ലോ, എവിടെ കൊണ്ടുവച്ചു? അങ്ങനെ ചോദിക്കണം. അടിയുടെ പെരുന്നാളായിരിക്കും, അറിയാമോ? പപ്പായും മമ്മിയും നീ എന്നും നിൻ്റെ എന്നും നമ്മൾ പറയത്തില്ല. സബ് ഇൻസ്പെക്ടറോട് സംസാരിക്കുമ്പോൾ എന്നെ ആദരവാണ്, അദ്ദേഹത്തെ നീ എന്ന് പറയാൻ പറ്റുമോ? സർക്കിൾ ഇൻസ്പെക്ടറോട് നീ, സാധാ പോലീസ് കോൺസ്റ്റബിളിനോട് നീ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സർവ്വം സൃഷ്ടിച്ച ഉടയ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ നീ എന്നും നിൻ്റെ എന്നും അല്ലാതെ പറയാൻ നമുക്ക് പറ്റുന്നില്ല. ചില പ്രാർത്ഥനയ്ക്കകത്ത് നീ നിൻ്റെയും മാത്രമല്ല, അതിനകത്ത് ആജ്ഞയുണ്ട്. കർത്താവിനോട് കൽപ്പിക്കുക, കർത്താവേ വന്നാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, കരങ്ങൾ ഉപയോഗിച്ചാട്ടെ. വാചകങ്ങളെല്ലാം ഠേ 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 എന്നാ പൊട്ടുന്നത്. ഇതൊന്ന് പൂരവോ? കർത്താവിനോട് കൽപ്പിക്കുക, വന്നാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, കരങ്ങൾ ഉപയോഗിച്ചാട്ടെ, ഞങ്ങളുടെ നടുവിലൂടെ ഒന്ന് ഉലാവിക്കാട്ടെ എന്ന് പറയുക. വേദപുസ്തകത്തിലെ ഏത് പ്രാർത്ഥനയും നിങ്ങൾ എടുത്തു നോക്കൂ, നമേ 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 എന്നാണ് അവസാനിക്കുക. തരേണമേ, കേൾക്കേണമേ, ചെവിക്കൊള്ളേണമേ, കൈത്താങ്ങേണമേ, ഓർക്കേണമേ. ആ വാചകത്തിൻ്റെ ഭാഷാ സൗന്ദര്യം എത്ര ശ്രേഷ്ഠമാണ്! അതാണ് ആദരവിൻ്റെ, അതാണ് വിധേയത്വത്തിൻ്റെ, അതാണ് വിനയത്തിൻ്റെ, അതാണ് അംഗീകരണത്തിൻ്റെ പ്രാർത്ഥന. മനസ്സിലായോ? ഈ ഠേ 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 അവസാനിപ്പിച്ചിട്ട് ആ വാചകത്തിലേക്ക് വരണം. ദാനിയേൽ എന്ന വിശ്രുതനായ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ, അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അടിയനോട് ക്ഷമിക്കണമേ, അടിയൻ്റെ പ്രാർത്ഥന കേട്ട് അടിയന് വേണ്ടി പ്രവർത്തിക്കണമേ. കാരണം ആരോടാ ഈ പ്രാർത്ഥിക്കുന്നത്? ആരോടാ പ്രാർത്ഥിക്കുന്നത്? സർവശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണ സമ്പൂർണനും മഹാനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനും ഏകസത്യദൈവവുമായവൻ, എൻ്റെയും നിങ്ങളുടെയും പ്രാണൻ്റെ മേൽ പരമാധികാരമുള്ള ദൈവത്തോടാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ദീ ദൈ ദൗ, അതാണ് ഇംഗ്ലീഷിലെ ആദരണീയ പ്രയോഗങ്ങൾ. ദീ ദൈ ദൗ എന്ന് പറഞ്ഞാൽ അങ്ങ്, അവിടുന്ന്, അവിടുത്തോട്. പ്രൈസ് ദി ലോർഡ്. അങ്ങയോട്, അവിടുത്തോട്, അങ്ങയുടെ എന്നുള്ള ആ പ്രയോഗം. പ്രായമുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് അങ്ങനെ പറയാൻ പറ്റും. അങ്കിളമാർ രണ്ടുപേരും പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, അവരുടെ ഭാഷയിൽ ആ പ്രയോഗമാണ് വരുന്നത്. അവിടുത്തോട്, അങ്ങയോട്, അങ്ങയുടെ. സ്തോത്രം. ഇളമുറക്കാരെല്ലാം അതിനെ സ്വീകരിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഒരു കാരണവശാലും കർത്താവിനെ കയറി നീ എന്നും നിൻ്റെ എന്നും വിളിക്കല്ലേ മോനെ, അങ്ങയുടെ സന്നിധിയിലേക്ക്. അങ്ങയുടെ സന്നിധിയിൽ അടിയനിതാ, അവിടുന്ന് അടിയനോട് സംസാരിക്കണമേ, അവിടുത്തെ വചനം അടിയനെ കേൾപ്പിക്കണമേ, അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പറയണം. അടിയനെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്നെ എന്ന് പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷേ ദൈവത്തെ സംബോധന ചെയ്യുമ്പോൾ എന്തോ പറയണം? അവിടുന്ന്, അങ്ങയുടെ, അവിടുത്തോട്. കണ്ടില്ലേ? ദീ ദൈ ദൗ. ആളുടെ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ പരിശോധിക്കും, അതിനകത്തെല്ലാം ദീ ദൈ ദൗ ആണ്. അത് ഭാഷയിൽ പുതിയ പരിഷ്കാരം വരുത്തിയപ്പോൾ ഈ ദീൻ ദൈയും ദവും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് മൊത്തം യു ആക്കി മാറ്റി. സാത്താനോടും യു എന്നാണ് പറയുക, ബറബാസിനോട് യു എന്നാണ് പറയുക, യേശുവിനെയും യു എന്നാണ് വിളിക്കുക. അപ്പോൾ യു എന്നൊരൊറ്റ പ്രയോഗം കയറി വന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥന മോഡേൺ ആയി മാറിയപ്പോഴാണ് ദൈവത്തെ നമ്മൾ നീ എന്നും നിൻ്റെ എന്നും ഒക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓർത്തുകൊള്ളണം, പ്രാർത്ഥനയിൽ ഭാഷയ്ക്ക് പ്രാധാന്യതയുണ്ട്. ദൈവത്തോട് സംസാരിക്കുമ്പം ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിലേ നമുക്കത് സംസാരിക്കാൻ പറ്റൂ. അംഗീകരിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും ഒന്നും ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റുമെന്നില്ല. ദൈവവചനം എല്ലാവരും ഒന്നും അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വസ്തുതകളെ ഞാൻ വിശദീകരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലെ ഭാഷ ദൈവത്തിൻ്റെ കാതുകൾക്ക് ഇമ്പമാകണം. ദൈവത്തെ സുഖിപ്പിക്കാനും സോപ്പിടാനും ഒന്നുമല്ല, ദൈവം ആരാണെന്ന തിരിച്ചറിവാണ് ആ പ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധനവൃത്താന്ത പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ. ദൈവത്തെക്കുറിച്ച് പറയുന്ന പ്രയോഗങ്ങൾ കേട്ടാൽ, സങ്കീർത്തനങ്ങൾ നോക്കൂ. ഈ മലയാളത്തിലേക്ക് ഇത് വിവർത്തനം ചെയ്തപ്പോൾ അതിനകത്ത് നീ എന്നും നിൻ്റെ എന്നും ഒക്കെ കയറി വന്നിട്ടുള്ളത് ഭാഷാന്തരത്തിൽ വന്നിട്ടുള്ള, ലിപിയന്തരണത്തിൽ വന്നിട്ടുള്ള, തർജ്ജമയിൽ വന്നിട്ടുള്ള ചില സ്ഖലിതങ്ങളാണ്, തെറ്റുകളാണ്. അങ്ങ് തന്നെ വരണം അവിടെ. അങ്ങ് എന്നുള്ള പ്രയോഗം മലയാള ഭാഷ ബൈബിൾ ഒത്തിരി തർജ്ജമ പിശകുകളുണ്ട്. 1910 പൂർണ്ണ ബൈബിൾ നമുക്ക് കിട്ടിയത്. ആ 10 ഇതിനകത്ത് ചേർന്ന് പോയ കുറ്റങ്ങളും തെറ്റുകളും അക്ഷരപ്പിശകുകളും വ്യാകരണ പിശകുകളും അർത്ഥവ്യത്യാസങ്ങളുമൊക്കെ 2022 ഇങ്ങനെ തുടരുകയാണ്. ഇതിൻ്റെ കുത്തും കോമായി മാറ്റി ആ വ്യത്യാസങ്ങളൊന്ന് മാറ്റി ഇതിനെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ ബൈബിൾ സൊസൈറ്റി അടക്കി ഭരിക്കുന്ന മുതലാളി വർഗം ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പുതിയ ഭാവത്തിലും രൂപത്തിലും വർണ്ണത്തിലും വലിപ്പത്തിലും പുസ്തകം വിറ്റ് കാശാക്കാനുള്ളതല്ലാതെ ഇതിൻ്റെ തെറ്റുകൾ തിരുത്താൻ അവർ ശ്രമിച്ചിട്ടേ ഇല്ല. ഏറ്റവും ഗുരുതരമായ കുറേ തെറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരെണ്ണം ഞാൻ പറയാം. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം എന്തുവാ? പുസ്തകം എടുക്കാതെ പറ. പ്ലാമൂഡ് ഏജ് സഭയിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് പറ. റോമർ 8:1 എന്തോ പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എന്നാ ഗംഭീരവാക്യം. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് there is no condemnation those who are in Christ. അത്രേ പറയുന്നുള്ളൂ. ഗുഡ് ന്യൂസ് വേഴ്സൺ, NIV വേഴ്സൺ അടക്കമുള്ള ഇംഗ്ലീഷ് ബൈബിളും മലയാള ബൈബിളിൻ്റെ തനിപ്പകർപ്പാണ്. പക്ഷേ ആ വാക്യം മൊത്തത്തിൽ എങ്ങനെയാണെന്നറിയാമോ? ആ വാക്യത്തോട് ചെയ്തിട്ടുള്ള ഒരു ചതിവ്, മലയാളിയോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ചതിവ്, അത് ഭയങ്കരമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ജഡപ്രകാരം നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഉണ്ടോ? ജഡപ്രകാരം നടക്കരുത്, മാംസത്തിൻപടി നടവാമൽ ആവിക്കുറിയവരായിരുന്ന് இப்போது ക്രിസ്തുവേശുவுக்குள் இருக்கிறவർക്ക് അഗ്നി തീർപ്പില്ലേ. നമ്മുടെ മൂലഗ്രന്ഥം തമിഴാണ്.
തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാള പുസ്തകം ഉണ്ടായിട്ടുള്ളത്, അറിയാമോ? അപ്പൊ തമിഴ് ബൈബിളിൽ ആ വാക്യം അങ്ങനെ, ജഡപ്രകാരം നടക്കരുത്, ആത്മാവിനെ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് എന്തോ ഇല്ല, ശിക്ഷാവിധി ഇല്ലെന്നാണ് വാക്യം. ആ വാക്യം മലയാളത്തിലേക്ക് തന്നപ്പം കുറുക്ക് വഴി, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്ത് നമുക്ക് തന്നിരിക്കുക. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ജഡപ്രകാരം നടക്കരുതെന്നും ആത്മാവിനനുസരിച്ച് നടക്കണം എന്നുള്ള രണ്ട് പ്രധാന കാര്യം വെട്ടി മാറ്റിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. 1910 പ്രിന്റ് ചെയ്ത മലയാളം ബൈബിൾ 2022 ആ വാക്യത്തിന് ഭേദഗതി ഉണ്ടായിട്ടില്ല. എത്ര കഷ്ടമാണ് നമുക്ക്. സാധാ വായിക്കുന്നവർക്ക് അത് വിഷയമില്ല, പക്ഷേ പഠിപ്പിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നം വരുന്നത്. ഒരു വലിയ കോമഡി കേൾക്കണോ? ബൈബിളിനകത്ത് ഏറ്റവും വലിയ കോമഡി, ഭാഷാന്തരക്കാർ വരുത്തി വെച്ച ഏറ്റവും വലിയൊരു കോമഡി കേൾക്കണോ? നമ്മൾ 156 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, എന്നാലും അതിനകത്ത് കോമഡി നമുക്ക് മനസ്സിലായിട്ടില്ല. അതായത് സംഗതി. യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, വസ്ത്രം ഊരി വെച്ചു, അരയിലൊരു തോർത്ത് ചുറ്റി ശിഷ്യന്മാരുടെ പാദം കഴുകിയ ശേഷം തോർത്തഴിച്ച് തുടച്ചു. ഇപ്പോഴാണ് നിങ്ങൾ ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ചിരിച്ചില്ലല്ലോ. ഇപ്പം ഞാൻ നിന്ന് നിർത്തി പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം വായിച്ച് നോക്ക്. യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്തോ ഊരി വെച്ചു, വസ്ത്രം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ? വാക്യം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, കാണാമോ എല്ലാവർക്കും? യേശു വസ്ത്രം ഊരി വെച്ചു, എന്നിട്ട് എന്തോ ചെയ്തു? അരയിലൊരു തോർത്ത് ചുറ്റി, എന്നിട്ട് എന്തോ ചെയ്തു? ശിഷ്യന്മാരുടെ പാദം കഴുകി, എന്നിട്ട് എന്തോ ചെയ്തു? ആ തോർത്തടിച്ച് പാദം തുടച്ചു. എന്ന ഇടപാടാണെന്നറിയാം. യേശു ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അതിന് മുകളിൽ വാക്യം നോക്കിക്കുക, 4-ാമത്തെ വാക്യം. അത്താഴത്തിൽ നിന്നിട്ട് വസ്ത്രം ഊരി വെച്ചൊരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. കണ്ടോ? ഇതാണ് മലയാള ബൈബിൾ. ഇതിനകത്ത് ഈ തെറ്റ് എത്രയോ കാലങ്ങളായി മുറവിളി കൂട്ടുന്നുണ്ട്, ഇതുവരെ അതിന് മാറ്റം വരുത്തിയിട്ടില്ല. യേശു ഊരി വെച്ച് എന്തോന്നറിയാമോ? മേൽക്കുപ്പായമാണ് ഊരി വെച്ച, വസ്ത്രമല്ല. ഔട്ടർ ക്ലോത്ത് ഊരി എവിടെയോ ഹാങ് ചെയ്തു. അത് യഹൂദന്മാരെല്ലാം ചെയ്യുന്ന കാര്യമാണ്. വിറക് കീറുവോ, വെള്ളം കോരുവോ, വിളമ്പുവോ, വേറെ ഏതെങ്കിലും കസേര നിരത്തുവോ മറ്റു തര കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഔട്ടർ ക്ലോത്ത്, മേൽക്കുപ്പായം ഊരി എവിടെയെങ്കിലും തൂക്കും. എന്നിട്ട് ആ ജോലി കഴിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഊരി വെച്ചു എന്ന് പറയുന്നത് വസ്ത്രമല്ല, പിന്നെ എന്തുവാണ്? മേൽക്കുപ്പായം, ഔട്ടർ ക്ലോത്ത് ആണ് ഊരി വെച്ചത്. മനസ്സിലായില്ലേ? അല്ലാതെ വസ്ത്രം ഊരി വെച്ചിട്ട് തോർത്തെടുത്തു പിന്നെ തോർത്തടിച്ച് തുടച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അവഹേളനമാണെന്നറിയാം. ഇതിനെന്ത് ചെലവ് വരുമെന്ന് നിങ്ങൾ നോക്കിക്കേ. വസ്ത്രം എന്നുള്ള ഭാഗത്തേക്ക് റീകമ്പോസിങ് നടത്തിയാൽ മതി, മേൽക്കുപ്പായം എന്ന് മാറ്റിയാൽ മതി. അതുപോലും ചെയ്യുന്നില്ല. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരു 153 പറയാനുണ്ട് എനിക്ക്. മനസ്സിലായില്ലേ? ഒത്തിരി സംഗതികൾ പറയാനുണ്ട്. ഇതാണ് മലയാള ബൈബിൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ തീരുമാനം പ്രതിഷ്ഠയൊന്നും എടുക്കരുത്. അങ്ങനെയാണ് ഇനി മുതൽ ഈ സൂത്രം വായിക്കുന്നില്ലെന്നൊന്നും തീരുമാനം എടുത്തേക്കരുത്. പുസ്തകം വായിച്ചോണം. ഇതിനകത്തെ ചില സ്ഖലിതങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബൈബിൾ, അതായത് കിങ് ജെയിംസ് വേർഷൻ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ, ആംപ്ലിഫൈഡ് വേർഷൻ അടക്കമുള്ള ഇംഗ്ലീഷ് ബൈബിൾ ആതറൈസ്ഡ്. ഗുഡ് ന്യൂസ് ഒന്നും തപ്പരുത്. ഗുഡ് ന്യൂസും അതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഗുഡ് ന്യൂസ് ബൈബിളും NIV ബൈബിളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതൊന്നും വാങ്ങിക്കുന്നത്, അത് ഭാഷയിൽ ഒത്തിരി താണ സംഗതിയാണ്. അർത്ഥസമ്പുഷ്ടമായ പ്രയോഗങ്ങളൊന്നും അതിനകത്തില്ല. ന്യൂ കിങ് ജെയിംസ് വേഴ്സ് തന്നെ പരിശോധിച്ചു, അതിനകത്ത് ഈ വാക്യങ്ങളെല്ലാം കറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കപ്പെടും. അല്ലെങ്കിൽ ഹല്ലേലൂയ ബൈബിൾ എന്ന് പറഞ്ഞ ജൂയിഷ് ബൈബിളുണ്ട്. ജൂയിഷ് ബൈബിൾ എഴുതി വരുത്തണം, അത് ബുക്ക് സ്റ്റോളിൽ കിട്ടത്തില്ല. അതൊക്കെ കറക്റ്റ് ട്രാൻസ്ലേഷനാണ്. ഞാൻ ഇത് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാനതിൽ നിന്ന് വരികയാണ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ബൈബിൾ പരിഭാഷയിൽ ദൈവത്തെ നീ എന്നും നിന്റെ എന്നും ഒക്കെ പറയുന്നത് ഭാഷാന്തരത്തിൽ വന്ന തെറ്റാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലും അത് കടന്നുകൂടിയത്. ദൈവം നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് കാത് കുറിപ്പിച്ചിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് മാന്യമായ ഭാഷയിലായിരിക്കണം. ഇനി ശരീര നിലപാട് നോക്കിക്കേ. എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നും പുസ്തകത്തിൽ വ്യവസ്ഥയൊന്നുമില്ല. എങ്ങനെയുമാകാം അവരവരുടെ ശരീരത്തിൻ്റെ നിലപാട്. പക്ഷേ ആരോഗ്യമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു രീതി നിലത്ത് മുട്ടുകുത്തുക, നിലത്ത് വീഴുക എന്നുള്ളത്. ഈ അടുത്ത കാലത്തെങ്ങാനും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വന്നപ്പോൾ മുതൽ മുഴങ്കാലിരിക്കുന്ന ഒരു അങ്കിളിനെ കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നി. പ്രാർത്ഥനയ്ക്ക് വ്യക്തിപരം, സഭായോഗത്തിന് വരുമ്പം അങ്ങനെ ചെയ്യണമെന്നല്ല പറയുക. സഭായോഗത്തിന് വരുമ്പോൾ അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വീട്ടിലോ എവിടെങ്കിലും ആയാൽ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, മോനെ മുഴങ്കാലും അടക്കണം, മുട്ടുകുത്തണം. വായിച്ച മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. മർക്കോസ് 14:35. ഉപവാസ പ്രാർത്ഥനയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസ്താവിക്കേണ്ടത്, കൺവെൻഷനിലല്ല. അതുകൊണ്ടാണ് പഠിച്ച് ക്രമീകരിച്ച് നമ്മുടെ പ്രാർത്ഥന വിശാലമാകട്ടെ. 14-ാം അധ്യായം 35-ാം വാക്യം. അതല്ല, 14:35. മോൾ വായിച്ചു തന്നെ, വായിച്ചു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു. ആരാ ഇവിടെ നിലത്ത് വീണത്? ഗദ്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടക്കുന്നത് ആരാന്ന് പറ? യേശുവാണ് വീണ് കിടക്കുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥന മുഴങ്കാലിലാക്കാമെങ്കിൽ, ദിവാങ്കോട്ടയിൽ നിന്ന്, സോഫ കമ്പട്ടിൽ നിന്ന്, MM ഫോം, ഡുറോഫ്ലസ്, കുർലോണ്ട മെത്തപ്പുറത്തുനിന്ന് താഴോട്ടൊന്ന് ഇറങ്ങാൻ പറ്റിയാൽ വിടുതലുകൾ ഉറപ്പാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ശരീരക്ഷീണമുള്ളവർ കടലിരുന്നോ കുഴപ്പമൊന്നുമില്ല. ഒരു പഞ്ഞിത്തലയാണെങ്കിൽ ഭിത്തി കിടക്കിലോട്ട് കയറ്റി തിരികെ വെച്ച് ചാരി ഇരുന്ന് പ്രാർത്ഥിച്ചോ കുഴപ്പമില്ല. നല്ലൊരു ഈസി ചെയറിലിരുന്ന് പ്രാർത്ഥിച്ചോ കുഴപ്പമില്ല. ശരീരക്ഷീണം ഉണ്ടാകണം, അല്ലാതെ ആരോഗ്യമുള്ളവരൊന്നും ആ വേല കാണിക്കരുത്. അവൻ നിലത്തോട്ട് ഇറങ്ങണം.
നിലത്തോട്ട് വീഴണം, മുഴങ്കാലം അടക്കണം. കാരണം ഈ പ്രപഞ്ചത്തെ അണുകിട വ്യതിചലിക്കാതെ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരീക്ഷിക്കുന്ന സാക്ഷാൽ സത്യ ദൈവമാ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത്. ആ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്ന കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ വിധേയത്വം വെളിപ്പെടുത്തണം. വീഴണം താഴോട്ട്. മനസ്സിലായില്ലേ? മുഴങ്കാലും അടക്കണം. പെൺകുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയാം, മുഴങ്കാലും മടക്കണം ദൈവസന്നിധിയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കണം. യേശു കാണിച്ച മാതൃകയാണ്. യേശു നാഥനും ഗുരുവുമായ കർത്താവ് കാണിച്ച അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് പൗലോസ് പറയുന്നു എഫേസ്യർ 3:14 സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ എവിടെ മുട്ടുകുത്തുന്നു. അപ്പോൾ പ്രാർത്ഥന വ്യക്തിപരമായിട്ട് എങ്ങനെ വേണം? മുഴങ്കാൽ മടക്കണം. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന രാവിലെ 10 മണിക്ക് തുടങ്ങി 1 മണിക്ക് 1:30 തീരുള്ളൂ. അത്രയും നേരം മുട്ടുകുത്തിയിരിക്കാനൊന്നും പറ്റത്തില്ല. കസര ഇരുന്ന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ പ്രാർത്ഥന. വീക്കന്താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, സന്ധിവേദന, നടുവേദന ആദ്യമായതല്ല. കൊറോണ കഴിഞ്ഞപ്പോൾ വയ്യ പാസ്റ്ററെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ചിക്കൻ ഗുനിയയും കൂടെ വന്നതാ. ചിക്കൻ ഗുനിയ പ്ലസ് കൊറോണ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് വിദൂര സ്വപ്നമായി മാറി. കുഴപ്പമില്ല, ഇത് തമ്പുരാൻ അറിയാമെങ്കിൽ ഇരുന്നോ, കസേര തന്നെ ഇരുന്നു. പക്ഷേ ശരീരത്തിന് ഒരു കുഴപ്പമില്ല, ആരോഗ്യ ദൃഢഗാത്രനാണ് താങ്കളെങ്കിൽ ഇറങ്ങണം താഴോട്ട്. മുഴങ്കാലും മടക്കും. കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ പഠിപ്പിക്കണം. ചുമ്മാതെ കസേരയിലൊക്കെ ഇരുന്ന് സന്ധ്യപ്രാർത്ഥനയൊന്നും നടത്തരുത്. അച്ഛനും അമ്മാമയും കൂടെ ദീവാങ്കോട്ടയിലും പിള്ളേരെല്ലാം സോഫാ കമ്പട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് സൗകര്യം കൂടിയപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും രീതിയും കൂടെ മാറിപ്പോയി. പണ്ട് ഇത്രയും ഫർണിച്ചറൊന്നും ഇല്ലാതിരുന്നപ്പോൾ പായിട്ട് നിലത്ത് വട്ടം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ രീതി ഓർമ്മയുണ്ടോ? പണ്ടത്തെ ആ ഒരു സന്ധ്യപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? മോനെ സത്യം പറ, അതിരാവിലെ തിരുസന്നിധിയുള്ള പാട്ടറിയാവും? ഉഷകാലം നാം എഴുന്നേൽക്കുക, മനമേ പക്ഷിഗണങ്ങൾ, പരമരാജ ഗുരുവരനെ. ഈ പാട്ടൊന്നും നമ്മുടെ തലമുറയ്ക്ക് അറിയാതെ പോയാൽ അതിൻ്റെ കുറ്റം നമ്മൾ തന്നെ ഏറ്റെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വട്ടം കൂടിയിരുന്ന് തറയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചമാരും അമ്മച്ചമാരൊക്കെ ഒരുപക്ഷെ കസേരയിലായിരിക്കാം. നമ്മൾ നിലത്തിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് മുഴങ്കാലിലേക്ക് വരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ രീതി കർത്താവ് കാണിച്ചെന്ന രീതിയാണ്. ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ച്, ശലോമോൻ അങ്ങനെ പ്രാർത്ഥിച്ച്. വരാനിരിക്കുന്ന വലിയ മഴയുടെ ഇരമ്പം താൻ മുഴങ്കാലിരുന്നപ്പോഴാണ് കേട്ടത്. ആഹാബിനോട് പറയുക, മഴ നിന്നെ തടയാതിരിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു. ആഹാബ് രഥം പൂട്ടിപ്പോയി. ആഹാബിൻ്റെ രഥത്തിന് മുൻപേ അങ്ങ് യെരൂശലേമിൽ എത്തുവോളം 6 കുതിരകളെ പിന്നിലാക്കി, രഥത്തെ പിന്നിലാക്കി ആദ്യം അവിടെ എത്തുവാൻ അവൻ്റെ കാലുകൾക്ക് ബലം നൽകിയത് മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലമാണ്. ഒരു പുത്തൻ ആർജവത്വം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പുത്തൻ ചൈതന്യം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പുത്തൻ ബലം ആഗ്രഹിക്കുന്നുണ്ടോ? നവീനമായിരിക്കുന്ന ഒരു പുറപ്പാട് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിലത്തേക്ക് വീണേ മതിയാകുള്ളൂ. എത്ര പേര് അതിന് താല്പര്യപ്പെടുന്നുണ്ട്? എത്ര പേര് തീരുമാനിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളെ ദൈവം അനുഗ്രഹിക്കാനിടയാകും. നമ്മുടെ വിധേയത്വമാണ് അത് വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, ഒരു വാചകം ഞാൻ പറയാം. നമ്മൾ നിലത്ത് മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യം പരസ്യമായി പ്രഖ്യാപനം ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോണം, 2 കാര്യം. നിലത്തേക്കൊരാൾ മുഴങ്കാലും മടക്കി കരങ്ങളെ കൂപ്പിയോ അല്ലെങ്കിൽ നെഞ്ചത്തോട്ട് കരങ്ങളെ വെച്ചുകൊണ്ട് നനഞ്ഞ കണ്ണുകളോടെ ഉയരത്തിലേക്ക് നോക്കി ഇരിക്കുന്ന ആ ഒരു രൂപം മനസ്സിനെ സങ്കല്പിച്ച് നോക്കിക്ക്, ആ ഒരു പ്രകൃതം ഒന്ന് സങ്കല്പിച്ചാൽ 2 കാര്യങ്ങളെ നമ്മൾ വിളംബരം ചെയ്യുന്നു. 1, ഞാൻ അശക്തനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. അതാണ് ഒന്നാമത്തെ. 2, ഞാൻ കഴിവില്ലാത്തവനാണെങ്കിലും അങ്ങ് സർവശക്തനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവില്ലായ്മയെ നമ്മൾ സമ്മതിക്കുകയും ദൈവത്തിൻ്റെ കഴിവിനെ നാം അംഗീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് മുഴങ്കാലിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരാൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കഴിവുകേടിനെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ മഹത്തായ കഴിവിനെ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലായി? തൻ്റെ കഴിവുകേടിനെ സമ്മതിക്കുകയും ദൈവത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആരോഗ്യമുള്ളവനും കസേരയിൽ ഇരുന്നേ പ്രാർത്ഥിക്കുമെന്ന് നിർബന്ധം പിടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. എനിക്ക് പറ്റത്തില്ല താഴോട്ടൊന്നും ഇറങ്ങാൻ, ഞാൻ കസേരയിലിരുന്നേ പ്രാർത്ഥിക്കുകയുള്ളൂ, എൻ്റെ പുറകിൽ ഒരു കുഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഹങ്കാരമാണത്, വിധേയത്വമില്ലായ്മ, ദൈവം മുൻപാകെ പോലും ധാർഷ്ട്യം, ധിക്കാരം, താൻ പോരുമയാണ്. ആ നിലപാട് ദൈവം എങ്ങനെയാ കാണുക? ഞാൻ ആദ്യം പറഞ്ഞ് കേൾക്കണം. കാതെന്തോ ചെയ്യുന്നു? തുറന്നിരിക്കുന്നു. കണ്ണെന്തോ ചെയ്യുന്നു? കാതും കണ്ണും തുറന്നിരിക്കുന്ന ദൈവത്തിന് മുൻപാകെ കഴിക്കേണ്ട കർമ്മമാണ് ഏത്? പ്രാർത്ഥന. വാചകം മനസ്സിലായോ? കാതും കണ്ണും തുറന്നു വെച്ചിരിക്കുന്ന ദൈവത്തിന് മുൻപാകെ നാം കഴിക്കേണ്ട ധർമ്മ കർമ്മമാണ് ഏത്? പ്രാർത്ഥന. അപ്പൊ ദൈവത്തിന്റെ കണ്ണിന് തൃപ്തി വരണം, കാതിന് തൃപ്തി വരണം, എങ്കിലേ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിലത്ത് വീണ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു അനന്ത സാധ്യത ഞാൻ പറയാം. ഉപവാസ പ്രാർത്ഥന 2ാമത്തെ ദിവസം ഒരു ദൂതെന്ന നിലയിൽ അത് ഏറ്റെടുത്തു കൊണ്ടുപോകാൻ കഴിയട്ടെ. യേശു നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. എത്ര നേരമെന്നറിയില്ല, എത്ര നേരമാണ് അങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയില്ല. കുറേ നേരം, ചിലപ്പോൾ മണിക്കൂറുകളാകും. ഗത്സമനയുടെ പച്ചമണ്ണ് ശരീരത്തിൻ്റെ ജലാംശം മുഴുവനും വലിച്ചെടുത്തു. ദൂതനിറങ്ങി ശുശ്രൂഷിച്ചില്ലെങ്കിൽ അറ്റാക്ക് വന്ന് തട്ടിപ്പോകുമായിരുന്നു. സാത്താൻ സന്തോഷിച്ചേൻ. മനസ്സിലായല്ലോ? രക്ഷാകര ദൗത്യത്തിന് വേണ്ടി, പകരമരണത്തിന് വേണ്ടി വന്ന കർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. കൈകളെയും കാലുകളെയും തുളയ്ക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ പ്രവചനം തെറ്റിപ്പോകും. തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു എന്നുള്ള വാചകം തെറ്റിപ്പോയേനെ. പക്ഷേ സ്വർഗത്തിൽ നിന്നൊരു ദൂതനിറങ്ങി പച്ചമണ്ണിൽ വീണ് കിടക്കുന്നവനെ ശുശ്രൂഷിച്ചപ്പോൾ എഴുന്നേൽക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, തിരിച്ചറിയണം. അങ്ങനെ എത്ര നേരം വീണ് കിടന്നു എന്നറിയില്ല. ഒടുവിൽ കർത്താവ് എഴുന്നേറ്റു.
എഴുന്നേറ്റ് ഉപ്പൂറ്റി ഉറപ്പിച്ച് അവശനായി ആ മണ്ണിൽ അങ്ങനെ നിൽക്കുമ്പോൾ പന്തവും കുന്തവും വാളും വടിയുമായി ഒരു പറ്റം ആളുകൾ യേശുവിനെ പിടിച്ച് കെട്ടി കൊണ്ടുപോകാൻ വന്നു. അവർ ഉയർത്തിപ്പിടിച്ച പന്തത്തിൻ്റെ വെട്ടത്തിലോട്ട് കർത്താവ് കയറി നിന്നുകൊണ്ട് തെരഞ്ഞ് പരതി വരുന്നവരുടെ മുഖത്ത് നോക്കിയൊരു ചോദ്യം: ആരെ തിരയുന്നു? ആരെ തിരയുന്നു? അവരുടെ മറുപടി: ഞങ്ങൾ യേശുവിനെ തിരയുന്നു, യേശുവിനെ തിരയുന്നു. ഉടനെ യേശു പറയുന്ന സംഗതി ഇതാ: അത് ഞാൻ തന്നെ, അത് ഞാൻ തന്നെ. നിങ്ങൾ തിരയുന്ന യേശു ഞാൻ തന്നെ. പ്രാർത്ഥനാ മുറിയിൽ വീട് കിടന്നിട്ട് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് വ്യാജം പറയാൻ പറ്റത്തില്ല. നമ്മുടെ മലയാളികളായിരുന്നു എന്നെ പറഞ്ഞു: ആഹാ, യേശുവിനെ തിരഞ്ഞ് വന്നതാണ്, അയ്യോ നിങ്ങൾ താമസിച്ച പോലെ, ഇതുവരെ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതുവഴി അങ്ങോട്ട് പോയതേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം പന്തവും കുന്തവും കൊണ്ട് അതുവഴി പോയേനെ, യേശുവിനെ രക്ഷപ്പെടുകയും ചെയ്യായിരുന്നു. പക്ഷേ യേശു പറഞ്ഞത്: നിങ്ങൾ ആരെ തിരയുന്നു? അവരുടെ മറുപടി: ഞങ്ങൾ യേശുവിനെ തിരയുന്നു. അപ്പോൾ വഴികാട്ടാൻ വന്ന യൂദ ഉൾവലിഞ്ഞിട്ടുണ്ട്. 30 വെള്ളിക്കാശിന് ഗുരുവിനെ ചുമ്മനം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ കാശ് വാങ്ങി പോക്കറ്റിലിട്ടവൻ നടന്നു വരുന്നുണ്ട്. യേശുവിനെ അടുത്ത് കണ്ടപ്പോൾ പകച്ചു പോയവൻ ഉൾവലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്തത് കൊണ്ടൊന്നുമല്ല അവനെ പിടിക്കാൻ പറ്റിയത്, യേശു തന്നെ പരിചയപ്പെടുത്തുകയായിരുന്നു: നിങ്ങൾ തെരഞ്ഞു വന്ന യേശു ഞാൻ തന്നെയാണ്. സ്വത്രം. അപ്പോൾ യൂദ കാണിച്ചു കൊടുത്തെന്നോ സേവകർ പിടിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. യേശു പിടി കൊടുക്കുകയായിരുന്നു നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതോർത്ത് കർത്താവിനെ സ്തുതിച്ചോണം. ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? അതാണ് എനിക്കറിയേണ്ടത്. അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? ഒരു നീണ്ട മൗനമാണല്ലോ. സഹോദരി സമാജം പറ. അത് ഞാൻ തന്നെ എന്ന് അവൻ അവരോട് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യോഹന്നാന്റെ സുവിശേഷം 18:6 വാക്യം വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18:6. കുഞ്ഞുമക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം വാക്യം. യോഹന്നാൻ 18:6. മോനെ ഡിസ്പ്ലേ ചെയ്യണം വാക്യം. യോഹന്നാൻ 18:6. യെസ്. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 35 വാക്യത്തിൽ മുമ്പേ നമ്മൾ കണ്ടത്, അവൻ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത്, മറന്നുപോയി ആ വാക്യം, മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ഇതുവരെയുള്ള പ്രാർത്ഥന എവിടെയായിരുന്നു? നിലത്ത് വീണായിരുന്നു പ്രാർത്ഥിച്ചത്. നിലത്ത് വീണ് പ്രാർത്ഥിച്ച യേശു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം നിലത്ത് വീണ് കിടക്കുന്നവരാ? പറഞ്ഞേ. യേശുവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടു പോകാൻ വന്ന ശത്രുക്കളാണ് വീണ് കിടക്കുന്നത്. ഇതിലൂടെ എന്താശയമാണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പകൽ ഉപവാസത്തിലിരിക്കുന്ന നിങ്ങൾക്ക് എന്തു മനസ്സിലായി? പ്രാർത്ഥനാ മുറിയിൽ വീഴാൻ നമുക്ക് മനസ്സായാൽ പ്രാർത്ഥന ആമേൻ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശത്രു നിലത്ത് വീണിരിക്കും. ഉയർന്നു നിൽക്കുന്ന കോട്ടകൊത്തളങ്ങൾ തകർന്ന് താഴെ വീഴും. മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്ന ചില മതിൽക്കെട്ടുകൾ ഉരുണ്ട് താഴെ വീഴും. മനസ്സിലായോ? ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന ചില പ്രതിയോഗി ഉണ്ടല്ലോ, അവൻ നിലത്ത് വീഴാനിടയാകും. നിരവധി വിഷമതകളുമായിട്ടാണ് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ പ്രതിസന്ധി മാറത്തില്ല, ഈ ഭീഷണി മാറത്തില്ല, ഈ സാമ്പത്തിക കെടുതി മാറത്തില്ല. അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഭയവുമായിട്ടാണെങ്കിൽ നിലത്തേക്കൊന്ന് വീഴാൻ മനസ്സ് വയ്ക്കുമെങ്കിൽ നിന്റെ മുമ്പിൽ ശത്രുവിനെ വീഴ്ത്തിക്കളയുന്ന ദൈവകൃപ വ്യാപരിക്കും. ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർ അല്പസമയം ആരാധിക്ക്. ചില കോട്ടകൊത്തളങ്ങൾ വീഴും. പത്തി വിരിച്ചാടി നിൽക്കുന്ന ചില വ്യാപാര ശക്തികൾ, ചില ദുർമന്ത്രവാദത്തിന്റെ പോരുകൾ, വിളിച്ചു ചൊല്ലലുകളുടെ നേർച്ച കാഴ്ചകളുടെ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില പാരുകൾ, യേശുവിന്റെ നാമത്തിൽ ശക്തമായി കർത്താവിനെ സ്തുതിക്ക്. ഇന്ന് പകലിൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ആരാധനയുടെ വിടുതൽ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ട് സന്തോഷിപ്പാനിടയാകും. ഇന്ന് പകൽ തന്നെ അതിന്റെ വിടുതൽ കാണാനിടയാകും. അങ്ങ് ദൂരെ വിദേശത്ത് തലമുറകളായിരിക്കുന്ന ഇടത്ത് ആ വിടുതൽ കാണാനിടയാകും. ഉയർന്നു നിൽക്കുന്ന ചില വെല്ലുവിളികളെ കർത്താവ് ഉടച്ചു വീഴ്ത്തുകയോ. ആരാധിക്കുക കർത്താവിനെ, ശക്തമായി ആരാധിക്ക്. വചനം കേട്ടിട്ടുള്ള ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ പോരാടി നിൽക്കുന്ന ചില പോരുകളുണ്ട്. മുൻപോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. പക്ഷെ അത് നിലത്ത് വീണ് ഉടയാൻ പോകുക, നിലത്ത് വീണ് തകരാൻ പോകുക, നിലത്ത് വീണ് ഇല്ലാതെയാകാൻ പോകുക. ഇതുവരെ ഉയർന്നു നിൽക്കുകയായിരുന്നു നിന്റെ തലയ്ക്ക് മീതെ. പക്ഷേ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റാമോ? അത് നിന്റെ മുമ്പിൽ വീഴാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥനയുടെ രീതിയുടെ പ്രസക്തി മനസ്സിലായോ? ഭാഷാരീതി മനസ്സിലായോ? ദൈവത്തെ അവഹേളിച്ച് അഭിസംബോധന ചെയ്യരുത്. ആദരവിൻ്റെ അഭിസംബോധന വേണം. സങ്കീർത്തനത്തിലുടനീളം എൻ്റെ കോട്ട, എൻ്റെ ശൈലം, എൻ്റെ പാറ, എൻ്റെ അഭയസ്ഥാനം, എൻ്റെ ദുർഗമായത്, എൻ്റെ ജീവനായ ദൈവം, എൻ്റെ ശൈലമായ ദൈവം. സങ്കീർത്തനങ്ങളിലെല്ലാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എത്ര ഗംഭീരമാണ്. അത് ഒരു വാക്ക് പോലും പറയാതെ നമ്മൾ ഈ കയറി നീ 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 എന്ന് പറഞ്ഞ് താച്ചിന് കുത്തിയിരുന്ന് വിളിക്കുന്നത്. നമ്മുടെ തൊട്ട് അയൽവാസി ഉണ്ടല്ലോ, തമിഴ്നാട്ടുകാർ സഹോദരൻ, അപ്പോ ആണ്ടവരെ യേശുസ്വാമി എന്നൊക്കെ വിളിക്കുമ്പോൾ സ്വർഗം ഇങ്ങ് ഇറങ്ങും അവരുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക്. അപ്പുറത്തെ ഹിന്ദിക്കാരൻ മേര ഖുദാവന്ത് മേര പരമേശ്വർ എന്നൊക്കെ വിളിക്കുമ്പോൾ സ്വർഗം ഇങ്ങ് ഇറങ്ങും മൊത്തത്തിൽ. നമ്മൾ 7 ദിവസം ഇവിടെ കിടന്ന് നീയൊന്നും നിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ചോദിക്കും, അത് എവിടുന്നാ ശബ്ദം? അത് കേരളത്തിൽ നിന്നാണ്, ഷട്ടറം കിട്ടേക്കാൻ പറയും. ഒന്ന് ചിന്തിക്കും, എത്ര നേരം ഇത് കേട്ടോണ്ടിരിക്കുന്നേ?
നമ്മുടെ പ്രാർത്ഥനകൾ പലതും അസ്ഥാനത്തായി പോകുന്നതിൻ്റെ സംഗതി ഈ ക്രമീകരണം വരാത്തത് കൊണ്ടാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറയാനുള്ളത് പറയുകയാണ്. എനിക്ക് ദൈവാത്മാവ് തന്ന നിയോഗം ഞാൻ പറയുക. ഇനിയിപ്പോൾ ഈ ശീലിച്ച് വന്നവർക്ക് കുറേ മാറ്റിയെടുക്കാൻ കുറേ പാടുപെടും. കാരണം നീയൊന്നും നിൻ്റെ നോക്കെ വായിൽ ഇങ്ങനെ അങ്ങ് ഇടതടവില്ലാതെ വരുന്നത് കൊണ്ട് നീ മാറ്റി പകരം അങ്ങ് അവിടുന്ന് അവിടുത്തോട് എന്നൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് ക്രമേണ മാറ്റിയെടുക്കണം. കുഞ്ഞുങ്ങളെയാണ് ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന തുടങ്ങിയിട്ടേ ഉള്ളൂ മക്കളെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ ഒരു പ്രയോഗമുണ്ടായേ പറ്റൂ. ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട്, മഹത്വം അംഗീകരിച്ച്, ഔന്നത്യം അംഗീകരിച്ച്, പ്രതാപ മഹത്വം അംഗീകരിച്ചുകൊണ്ട് അർഹമായിരിക്കുന്ന സ്തോത്രങ്ങളും സ്തുതികളും നാമങ്ങളും, വേദപുസ്തകത്തിൽ നിന്ന് കുറേ നാമങ്ങൾ അങ്ങോട്ട് എഴുതി പഠിക്കണം. എന്നിട്ട് ആ നാമങ്ങളെ ദൈവത്തോട് അങ്ങോട്ട് പറയണം. അതാ ദൈവത്തെ പുകഴ്ത്തുക എന്നൊക്കെ പറയും. ആ നാമങ്ങൾ പറയുമ്പം നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥനയിൽ, സഭായോഗത്തിന് വരുമ്പോഴോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴോ കൺവെൻഷൻ വരുമ്പോഴോ ചെയ്യുന്ന കാര്യമല്ല. വ്യക്തിപരമായി പ്രാർത്ഥനയിൽ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ, പകലിൻ്റെ ഏകാന്തതയിൽ ഒക്കെ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇങ്ങനെ ഒരു നിലപാട് സൂക്ഷിക്കണം. മുഴങ്കാൽ എഴുന്നേറ്റം കൊണ്ട് കരങ്ങളെ വിരിച്ച് മണിക്കൂറുകൾ പോകുന്ന അറിയില്ല. കർത്താവ് നാമം തമ്മിൽ ഒരു ആന്തരിക രമ്യത, ഒരാന്തരിക ബന്ധം. പ്രാർത്ഥന ഇങ്ങനെ ബാഹ്യമണ്ഡലത്തിലൂടെ ചെയ്യുന്ന ഒരു കർമ്മമായിട്ട് മാത്രം വിടരുത്. പകരം ഒരാന്തരിക രമ്യത ഉണ്ടാക്കണം പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. അതിന് കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. അപ്പം പ്രാർത്ഥനയിലെ നിർവഹണത്തിൽ 2 പ്രധാന കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഉപവാസ പ്രാർത്ഥനയുടെ തുടക്കമായതുകൊണ്ട് ഈ ക്രമീകരണങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കൊലോസ്യ ലേഖനത്തിലേക്ക് വരാം. വായിച്ച വാക്യം മറന്നിട്ടില്ല, രാത്രിയും കൂടെ ഉണ്ടല്ലോ നമ്മൾ. അതുകൊണ്ട് ഞാൻ അല്പം വിശാലമായി ഇതിൻ്റെ ആ പ്രാർത്ഥനയുടെ ചില ചിന്തകളെ നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ സമയം, പ്രാർത്ഥനയുടെ നേരം, കൃത്യമായൊരു നേരം പ്രാർത്ഥനയ്ക്ക് വ്യക്തമായി വചനവും ഒരിക്കലും നമുക്കൊരു നിർദ്ദേശം തരുന്നില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളൊരു നേരം ഉണ്ടാക്കുക എന്നുള്ളത്. രാവിലെ, ഉച്ചയ്ക്ക്, സന്ധ്യയ്ക്ക്, ഏത് നേരത്തും എന്ന് ദാവീദ് പറയുന്നു. ദാനിയേലും അതേ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്കായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല നേരം എപ്പോഴാണ്? ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയം. കർത്താവിന് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? ഏറ്റവും നല്ലതിനെ കൊടുക്കണം. അത് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സമയത്തിൻ്റെ കാര്യത്തിൽ നല്ലത് കൊടുക്കണം. ആയുസിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും. കർത്താവിനെ സേവിക്കുന്നത് പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടാകാമെന്ന് ചിന്തിക്കരുത്. നല്ല പ്രായത്തിൽ തന്നെ കർത്താവിനെ സേവിക്കാം. ഉഷസിൻ്റെ മഞ്ഞ് എന്നൊക്കെ പറയുന്ന നല്ല പ്രായത്തിൽ. മനസ്സിലായി? ഡയബറ്റിക്കൊക്കെ വന്ന് ഇനിയിപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, പെൻഷനുമായി, എന്നാൽ ഇനിയിപ്പോൾ ബാക്കി കാര്യം കർത്താവിന് വേണ്ടി ആകട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പ്രായത്തൊക്കെ എങ്ങാണ്ടൂടൊക്കെ നടന്നു കൊടിയും പിടിച്ച് തോരണ പൊട്ടിച്ച് തെരുവോരത്തിൽ എഴുത്തുമോ ഒക്കെ നടത്തി ആരാണ്ട് നേതാക്കന്മാരുടെ പുറകെ പിണിയാളുകളായിട്ടൊക്കെ നടന്ന് പ്രായമായി കഴിഞ്ഞ് ഇനി ഒരു കാല് പോലും അനങ്ങത്തില്ലെന്നുള്ള സ്ഥിതി വന്നപ്പോൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങുന്ന ഒത്തിരി പേരുണ്ട്. അതിലൊന്നും കാര്യമില്ല, ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പം കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് നല്ല പ്രായം, നല്ല സമയം, നല്ല സാമ്പത്തികം, നല്ല കാര്യങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ നാം വ്യക്തിപരമായി തിരഞ്ഞെടുക്കുന്ന നേരം എപ്പോഴാകണം? ഏറ്റവും നല്ല നേരം. അത് അവരവർക്കറിയാം എപ്പോഴാണ് അവരവരുടെ ഏറ്റവും നല്ല നേരം എന്നുള്ളത്. ആ നല്ല നേരം കർത്താവിന് വേണ്ടി അങ്ങോട്ട് കൊടുക്കണം. ഞാനൊരു വാക്യം നിങ്ങൾക്ക് തരാം. വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ലൂക്കോസ് 6:12. പ്രാർത്ഥനയുടെ സമയം, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ് അവിടെ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ പോരാടി. ആ കാലത്ത്. മലയാള ബൈബിളിൽ ആ കാലത്ത് എന്നാണ് ഉണ്ടോ? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നമാണ്. ആ കാലത്ത്. ഹിന്ദി ബൈബിളിൽ ഉൻ ദിനോമേം, ആ ദിവസം. തമിഴ് ബൈബിളിൽ ആ നേരത്തിലെ, ഒന്നുകൂടെ വ്യക്തമാണ്, ആ നേരത്തിൽ തന്നെ. ഇംഗ്ലീഷ് ബൈബിളിൽ ഇൻ ദാറ്റ് ടൈം എന്നാ കൊടുക്കുക. മലയാളത്തിലേക്ക് വന്നപ്പോൾ എന്തോ ആയി? ആ കാലം. കാലം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം വേറെ ആയി പോകും. ആ കാലമല്ല, ആ സമയം, ആ നേരം, ആ കുറിക്കപ്പെട്ട നേരം, ആ നേരത്തിലേ. അതാണ് തമിഴ് ബൈബിൾ. ഓക്കെ. അപ്പോൾ ആ നേരം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്കൊരു നേരം ഉണ്ടെന്ന് പഠിക്കണം. നമുക്കിനി പ്രാർത്ഥിച്ചിട്ടല്ല അത് രക്ഷയില്ല എന്ന് വരുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇനി ഡോക്ടറെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇനി വക്കീലിനെ കൊണ്ട് രക്ഷയില്ല, ഇനി വേറെ ആരെ കൊണ്ട്, പാർട്ടി നേതാവിനെ കൊണ്ടൊരു രക്ഷയില്ല, മുനിസിപ്പാലിറ്റി നേതാവിനെ കൊണ്ടോ MP കൊണ്ടോ MLA കൊണ്ടോ രക്ഷയില്ല. പിന്നെ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഇനി എന്ത് ചെയ്തേ പറ്റൂ? പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ എന്നൊരു സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പ്രാർത്ഥിക്കാൻ നേരമായി എന്ന് ദൈവം നമുക്ക് തരുന്ന വെളിപ്പാടാണ്. ചിലരൊക്കെ കൈമലർത്തുമ്പം ഉണ്ടോ, കൊടിയ സാമ്പത്തിക ബാധ്യതയുടെ മുമ്പിൽ ആശ്രയിക്കാൻ ചിലരുണ്ടായിരുന്നു. തരുമെന്ന് നമ്മൾ വിചാരിച്ചവർ നിർദാക്ഷിണ്യം കൈമലർത്തുമ്പോൾ ഓർത്തോണം പ്രാർത്ഥിക്കാൻ നേരമായി. എങ്ങനെ പ്രാർത്ഥിക്കാൻ? വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ. നമ്മളെ സ്നേഹിച്ച കുഞ്ഞുങ്ങളൊക്കെ മാറി നിന്നുണ്ട്. പപ്പ അപ്പയുടെ കാര്യം നോക്കുമോ, മമ്മി നമ്മുടെ കാര്യം നോക്കണം കേട്ടോ എന്നൊക്കെ ഈ കുഞ്ഞുങ്ങൾ കോപിഷ്ഠരായി സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓർത്തോണം എന്തിൻ്റെ നേരമായി? ചൂരവടി വാങ്ങിക്കാൻ നേരമായി എന്നല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമായി എന്ന് ഓർത്തോണം. അവർക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നേരമായി. സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്തിൽ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം ആ വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നേരമായി? പ്രാർത്ഥിക്കാൻ. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ആവശ്യമില്ലാതെ പരസ്പരം അങ്ങോട്ടും വിമർശനവും വിരോധവും ആണെങ്കിൽ ഓർത്തോണം രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ. കാരണമൊന്നുമില്ല വഴക്കുണ്ടാക്കിയാൽ. അല്ലെങ്കിൽ ഓർത്ത് നോക്കിയാൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വഴക്കിന് എന്തുവായിരുന്നു? കാരണം എന്തുവായിരുന്നു? ഒരു കാരണമില്ല. അങ്ങോട്ട് തന്നെ പറഞ്ഞു, ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായി. യോഗത്തിന് നേരമായി, അല്ലേ ഞാൻ പറയാറ് ഞാൻ പോയിട്ട് വരട്ടുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ?
യോഗം കഴിഞ്ഞ് വരുമ്പോൾ എപ്പിസോഡ് തുടരുന്നതായിരിക്കും എന്നാണ്. അങ്ങനെ വഴക്കം കഴിഞ്ഞ് സഭായോഗത്തിനും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്ന പുള്ളികളുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഉടക്കുണ്ടാക്കി ഇതിൻ്റെ ബാക്കി പിന്നെ അവിടെ പറയുക. ഓർത്തോണം, പ്രാർത്ഥിക്കാൻ നേരമായി രണ്ടുപേരും കൂടെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖത്തെയും അതിൻ്റെ ഐക്യതയും അതിൻ്റെ സുതാര്യതയും കളഞ്ഞു കുളിക്കാൻ പ്രതിസന്ധി ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ദൈവം നമുക്ക് നൽകി തരുന്ന ചില ക്ലൂ ആണ്. എന്തിന് നേരമായി? സഭ ഉപവാസം ക്രമീകരിക്കുമ്പോൾ വന്ന് ഇരിക്കാൻ നേരമായി എന്നല്ല, വ്യക്തിപരമായി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ നേരമായെന്ന്. എത്ര പേര് ഈ സമയത്തെ തിരിച്ചറിയും? ഇനി ഇതിൻ്റെ ഗൗരവം ഞാൻ പറയാം. ആ കാലത്ത് എന്നുള്ളത് വിട്ടേരെ, ആ നേരം ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് ഉണ്ടത്. അതെന്തായിരുന്നു എന്നറിയാൻ 6:11 വാക്യം വായിച്ച് തൊട്ട് പുറകിലെ വാക്യം വായിരും. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യണം എന്ന് കൂടി ആലോചിച്ചു. ഇനി 12 വായിച്ചേ. ആ നേരത്തിൽ യേശു എന്തോ ചെയ്തു? എത്ര വ്യക്തമാ വാക്യത്തെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തേ നിങ്ങൾ. 6:11 വായിച്ചത് അവരോ എന്തോ നിറഞ്ഞവരായി, സന്തോഷം നിറഞ്ഞവരല്ല, പിന്നെ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ ഒതുക്കേണ്ടത് ഇല്ലാതാക്കേണ്ടത് എങ്ങനെ എന്ന് ചിന്തിച്ചു. ആ നേരം യേശു എന്തോ ചെയ്തു? യേശു ബദൽ നടപടി ഉണ്ടാക്കുകയായിരുന്നില്ല. ഈ ഭ്രാന്തന്മാരെ കൈകാര്യം ചെയ്യാൻ വേറൊരു ടീമിനെ യേശു ഫോം ചെയ്യുകയായിരുന്നില്ല. ആ നേരത്തെ യേശു എന്തോ ചെയ്തു? നമുക്കെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ നടപടി എന്തുവാ? അതിനെ അറ്റാക്ക് ചെയ്യാൻ വേറൊരു നടപടി ഉണ്ടാക്കുക, നമ്മൾ വേറൊരു പാനൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ യേശുവിനെതിരെ കുറെ ഭ്രാന്തന്മാർ എഴുന്നേറ്റപ്പോൾ യേശു എന്തുവാ ചെയ്തേ? ആ നേരം, ആ സമയം യേശു പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ വക്കീലിനെ തേടുക, നമ്മൾ ഡോക്ടറെ തേടുക, നമ്മൾ വേറെ ഏതെങ്കിലും മെമ്പറെ തേടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ആരെങ്കിലും ഒക്കെ നേടുക, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തേടുക, നമ്മൾ ചെയ്യുക. പക്ഷേ ഭ്രാന്തന്മാർ ഒരു കൂട്ടം തൻ്റെ ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മാനസിക രോഗമല്ല, മാനസിക രോഗമല്ല, പകയും പിണക്കത്തിൻ്റെയും അസൂയയുടെയും സ്വാർത്ഥതയുടെയും സ്പർദ്ധയുടെയും ഭ്രാന്താണ്. ഇതിന് കുച്ചുവിലങ്ങിടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മുട്ടുകുത്തണം ദൈവസന്നിധിയിൽ. നമുക്കെതിരെ ഉയർന്നു വരുന്ന ചില ഭ്രാന്തമായ നീക്കങ്ങൾ, നമുക്കെതിരെ ഉയർന്നു വരുന്ന ചില വല്ലാത്ത വ്യാപാര ശക്തികൾ ഒരുമിച്ച് പരാജയം അടയണമെങ്കിൽ ആ നേരം നീ പ്രാർത്ഥിക്കാൻ മാറിയാൽ മതി. ദൈവം ആ കേസ് കൈകാര്യം ചെയ്യാനിടയാകും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്ക്. ചില ഭ്രാന്തന്മാർ നമുക്കെതിരെ ഉണ്ട്. നമ്മുടെ ആത്മീയതയ്ക്കെതിരെ ചില ഭ്രാന്തന്മാരുണ്ട്. നിന്റെ വീടിനെതിരെ ചില ഭ്രാന്തന്മാർ നോട്ടമിടുന്നുണ്ട്. നിന്റെ പേരിൽ തീരാധാരം എഴുതി കിട്ടിയ വസ്തുവിനെതിരെ ചില ഭ്രാന്തന്മാർ നോട്ടമിടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൂടെ കിട്ടിയാൽ അവനെ കാര്യമായിട്ട് ഒരെണ്ണം പടുത്തുയർത്താം. അങ്ങനെ ചില ഭ്രാന്തന്മാർ നമ്മുടെ പുറകെ ഉണ്ട്, നമ്മൾ അറിയാത്തത് കൊണ്ട്. പക്ഷേ ആ ഭ്രാന്തിന് കുച്ചുവിലങ്ങിടാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, ആ നേരം പ്രാർത്ഥനയ്ക്കായി മാറണം. യെസ്, ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്ക്. ചില ഭ്രാന്തിനെ ദൈവം ഒതുക്കാൻ പോകുക. നമ്മുടെ നേരെ വ്യാപരിക്കുന്ന ചില ഭ്രാന്തമായ നിയോഗങ്ങളെ കർത്താവ് അമർച്ച ചെയ്യാൻ പോവുകയാണ്. അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കെതിരെ ഭ്രാന്തമായി നീക്കമുണ്ട്, അറിയാമോ? ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ. വീടൊന്നും കൂടെ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തൊന്ന് പരിഷ്കരിച്ചു, അന്നേരം തുടങ്ങിയ ഭ്രാന്ത ചിലർക്ക്. നമ്മുടെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടി എന്ന് കേട്ടപ്പം മുതൽ തുടങ്ങിയ ഭ്രാന്ത. നമ്മുടെ കുഞ്ഞ് ജയിച്ചു എന്ന് കേട്ടപ്പം മുതൽ തുടങ്ങിയ ഭ്രാന്ത. നമ്മൾ വിവരം അറിയിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചു, പക്ഷെ അന്നേരം ഭ്രാന്ത് ഇളകി അകത്ത്. വഴി തടയാൻ, പ്രായമായ നിന്റെ കുഞ്ഞിനെ കാണാൻ എവിടുന്ന് ഒരു പാർട്ടി വന്നു എന്ന് കേട്ടപ്പം മുതൽ ഭ്രാന്ത് ഇളകി അതിനെ തടസ്സപ്പെടുത്താൻ കുറെ ആളുകൾ. പ്രൈസ് ദി ലോർഡ്. കിട്ടുന്ന വിലയ്ക്ക് നിന്റെ പറമ്പ് വിറ്റ് അവൻ ചോദിക്കുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് ഇറങ്ങണം, പടി ഇറങ്ങണം എന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന ചില ഭ്രാന്തമായ സംഗതികൾ. ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ചില പൊങ്കാല പോലും നിന്നെ ഇല്ലാതെയാക്കാൻ, നിന്നെ തകർത്ത് താരിപ്പണമാക്കാൻ, നിന്നെ ശൂന്യമാക്കാൻ വേണ്ടിയുണ്ട്. യെസ്, പക്ഷെ ആ ഭ്രാന്തിന് ഒറ്റ ചികിത്സയേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കണം. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കാൻ. ചില അന്ധകാര ശക്തികൾ പടിയിറങ്ങുകയാണ്. ചില അന്ധകാരത്തിന്റെ പോരുകൾ പടിയിറങ്ങുകയാണ്. ലജ്ജിച്ച് തലവാഴ്ത്തി പടിയിറങ്ങുകയാണ്. യെസ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയുടെ സമയം മനസ്സിലായോ? എപ്പോഴാ നമുക്കെതിരെ ഭ്രാന്ത് എഴുന്നേൽക്കുമ്പോൾ. മുടക്കമില്ലാതെ പണിയുണ്ട്, മുടക്കമില്ലാതെ ജോലിയുണ്ട്, എന്നും വണ്ടി പോകുന്നു. മുറ്റത്ത് നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ളവൻ്റെ മനസ്സിൽ ഭ്രാന്ത് ഇളകും. മനസ്സിലാകുന്നുണ്ടോ? അവൻ്റെ ബൈക്കും സ്കൂട്ടറും സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നാളായി. നമ്മൾ എന്നും രാവിലെ ഇതുമായിട്ട് പോകുന്നുണ്ട്. ഗേറ്റ് തുറന്ന് കാറുമായിട്ട് നീ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവന് ഭ്രാന്ത് തുടങ്ങുക. മനസ്സിലാകുന്നുണ്ടോ? എന്തിന്? വേറെ ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് വീട് പൂട്ടി ഇറങ്ങി തുടങ്ങുന്ന പോക്ക് കാണുമ്പോഴേ ഭ്രാന്തളകുന്ന ചിലത് അപ്പുറത്ത് നിന്ന് മുറുമുറുക്കുന്നുണ്ട്. ഇന്ന് പകലൊരു കാര്യം ഉറക്കെ പറയാം. ഭ്രാന്ത് അപ്പുറത്ത് പുരോഗമിക്കുമ്പോൾ പ്രാർത്ഥന ഇപ്പുറത്ത് പ്രബലമാക്കിക്കോണം. ഭ്രാന്ത് അപ്പുറത്ത് നിനക്കെതിരെ ഉയരുമ്പോൾ ഇപ്പുറത്തെ പ്രാർത്ഥനയെ പ്രബലമാക്കണം. ഭ്രാന്തിന്റെ കോട്ടകളെ തകർക്കുന്ന, ഭ്രാന്തിന്റെ അന്ധകാരത്തെ തകർക്കുന്ന യേശുവിന്റെ നാമത്തിലുള്ള ശക്തിയുടെ വ്യാപാരം, ആമിതബലത്തിന്റെ വ്യാപാരം.
Thank you, thank you, thank you, thank you, thank you, Jesus. Hallelujah. അത്രയും പറഞ്ഞതുകൊണ്ട് വീണ്ടും ചില ചിന്തകൾ പറയാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. നമുക്കെതിരെ ഉയരുന്ന ഭ്രാന്തുകൾക്ക് പ്രാർത്ഥനയല്ലാതെ വേറെ പോംവഴിയില്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? പഴയ നിയമത്തിലൊരു വലിയ ഭ്രാന്തനായിരുന്നു ഹാമാൻ. ഹാമാന്റെ ഭ്രാന്ത് എന്തുവായിരുന്നു? യഹൂദ ജനത്തെ കൊള്ളയടിക്കുക. ഹാമാൻ അതിന് രാജാവിനെ തൻ്റെ പിണിയാളാക്കി മാറ്റി. രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ട് അവൻ വിളംബരത്തിൽ ഒപ്പിടിയിച്ചു. എന്നിട്ട് വിളംബരം ശൂഷൻ പട്ടണത്തിലൊക്കെയും പ്രസിദ്ധം ചെയ്തു. 3 ദിവസം ശൂഷൻ പട്ടണത്തിൽ താമസിക്കുന്ന യഹൂദന്മാരുടെ വീട് കയറി കൊള്ളയുക. യഹൂദന്മാരുടെ സ്ത്രീകൾ നിറവും തിറവും സൗന്ദര്യത്തിൽ അഗ്രഗണ്യര. സ്ത്രീ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക് ഭാരത സ്ത്രീയല്ല, യഹൂദ സ്ത്രീയാണ്. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സ്ത്രീ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക് യഹൂദ സ്ത്രീയാണ്. യഹൂദ സ്ത്രീകളെ നശിപ്പിക്കണം, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കണം. പെൺകുഞ്ഞുങ്ങൾക്ക് സ്ത്രീകൾക്കും അനുഭവിക്കാൻ പോകുന്ന വ്യത പുറത്തു പറയാൻ പറ്റില്ല. കാടന്മാർ കയറി, നരാധമന്മാർ കയറി മേയും അവിടെ. പുരുഷന്മാരെ അവർ ഒരു കോണിൽ നിന്ന് നിഗ്രഹിച്ച് കളയും. കാലങ്ങളെ അവർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനും അപകരിച്ചു കൊണ്ടുപോകാനുള്ള വിളംബരമാണ്. എന്തും ചെയ്യാം. ഹാമാനും അവൻ്റെ കൂട്ടർക്കും 3 ദിവസം എന്തും ചെയ്യാം, അഴിച്ചു വിട്ടേക്കുക. അങ്ങനൊരു വിളംബരമാണ്. വായിച്ചേ 3:15 വാക്യം. ഏത് 3? എസ്തർ 3:15. വായിരെ. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അഞ്ചൽക്കാർ ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവ് ഹാമാന് കുടിപ്പാനിരുന്നു. ശൂഷൻ ഭക്ഷണം എന്ത് ചെയ്തു പോയി? അത് ശ്രദ്ധിച്ചോണം. 3:15. എസ്തർ 3:15 ആണ് വായിച്ചത്. ഹാമാനും കുടിപ്പാൻ കണ്ടോ, തീർപ്പ് പരസ്യം ചെയ്തു. രാജാവ് ഹാമാനും കുടിപ്പാനിരുന്നു. അടുത്തത് ശൂഷൻ പട്ടണം എന്ത് ചെയ്തു പോയി? കലങ്ങിപ്പോയി. രാജാവ് അഞ്ചൽക്കാരെന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആയൂരിന് 8 കിലോമീറ്റർ മുകളിലോട്ട് പോകുമ്പം കാണുന്ന അഞ്ചലാണോ? അല്ല, അഞ്ചൽക്കാരെന്ന് പറഞ്ഞാൽ തപാൽ. ഓക്കെ, വിളംബരം നടത്തുന്ന രാജകീയ വിളംബരം നടത്തുന്നവരെയാണ് അഞ്ചൽക്കാരെന്ന് പറയുന്നത്. അവർ വിളംബരം പുറപ്പെടുവിച്ചു. ഹാമാൻ്റെ ബുദ്ധി സാമർഥ്യത്തിൻ്റെ, ഹാമാൻ്റെ നിഗൂഢതയുടെ, ഹാമാൻ്റെ കുടിലതയുടെ, കാപട്യത്തിൻ്റെ വിളംബരം പുറപ്പെടുവിച്ചു. ഇത് അറിഞ്ഞ ശൂഷൻ പട്ടണം എന്ത് ചെയ്തു പോയി? കലങ്ങിപ്പോയി. ഹാമാനും രാജാവും എന്തോ ചെയ്യുന്നു? കുടിപ്പാനിടുന്നു. എന്നാ കുടിച്ചെന്നാ പറയുന്നത്? ഞങ്ങൾ എന്നാ കുടിച്ചെന്നാ? കരിങ്ങാലി വെള്ളമാണ്? പെപ്സി, മിറാണ്ട, കൊക്കക്കോള അതുവല്ലോ ആണോ? അല്ലല്ല, മദ്യപാന രാത്രിയാണ്. അതിന് നോട്ട് പരിശോധിക്കണം. ഇതിൻ്റെ ചരിത്രത്തെ നോട്ട് പരിശോധിക്കുമ്പോൾ കുടിപ്പാനിരുന്നു എന്ന് പറഞ്ഞാൽ മദ്യപാന രാവാണ്. ഹാമാൻ കുറേ കാലങ്ങളെ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹം രാജാവ് നിമിത്തം സാധ്യമായതിൻ്റെ ട്രീറ്റ് നടത്തുകയാണ്. രാജാവിനെ വിളിച്ചവൻ ഭയങ്കരമായിട്ട്. രാജാവ് ഹാമാൻ മാത്രമെന്നാണ് വാക്യത്തിൽ, പക്ഷേ ഒരു വലിയ സംഘമുണ്ട് മദ്യപിച്ച് മതോന്മത്തരാകുകയാണ്. അവർ മദ്യപിച്ച് മതോന്മത്തരാകുമ്പോൾ ശൂഷൻ പട്ടണത്തിൽ യഹൂദന്മാർ എന്ത് ചെയ്തു പോയെന്നാ? കലങ്ങിപ്പോയി. ഉപവാസപ്രാർത്ഥന വന്ന് സ്റ്റൈലായിട്ട് ഇരിക്കുന്നെങ്കിലും നെഞ്ചകം കലങ്ങുന്ന ചില ഹൃദയങ്ങളുണ്ട്. കലങ്ങിയിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കലങ്ങിയിരിക്കുന്നവരുണ്ട്. ആ കലക്കത്തിൻ്റെ കാരണം ഹാമാൻ എന്ന ഭ്രാന്തനാണ്. ആ ഭ്രാന്തനെ കുച്ചുവിലങ്ങിടാൻ ഒറ്റ മാർഗമേ മൊർദെഖായി കണ്ടുള്ളൂ. എന്തോ ചെയ്യണം? മൊർദെഖായി എസ്തറിനോട് പറയാം, നീ ഈ സമയത്ത് എന്തോ ചെയ്യരുത്. ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഹാമാൻ ഭ്രാന്തളകി നിൽക്കുന്ന ഈ സമയത്ത് നീ മിണ്ടാ നിൽക്കരുത്. യഹൂദന്മാർക്കെതിരെ ഹാമാൻ ഭ്രാന്തളകി നിൽക്കുന്നു. ആ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ഞാനും മിണ്ടാതിരിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. നീയും അന്തപുരത്തിൽ എന്തോ ചെയ്തോണം? പ്രാർത്ഥിക്കണം. ഉണ്ടോ? അപ്പോൾ പ്രാർത്ഥന എന്ന വിഷയത്തിനകത്ത് ആരും ഒഴിവാക്കപ്പെടുന്നില്ല. നിങ്ങളെ ശ്രദ്ധിച്ചോണം. പ്രാർത്ഥന എന്ന വിഷയത്തിനകത്ത് രാജ്ഞിയും പ്രാർത്ഥിക്കണം. കയറി കിടക്കാൻ നിർവാഹമില്ലാത്ത വഴിയാധാരമായ മൊർദെഖായും പ്രാർത്ഥിച്ചേ പറ്റും. അപ്പോൾ പ്രാർത്ഥന എല്ലാവർക്കും ആകാം. അന്തപുരത്തിൽ കയറിയത് കൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്ന് വരുന്നില്ല. സ്വയം പര്യാപ്തതയിലായി എന്ന് ചിന്തിക്കരുത്. നിന്റെ പിതൃഭവനം നശിച്ചു പോകും. അതുകൊണ്ട് നീ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പ്രാർത്ഥിക്കണം. ദൈവസഭയ്ക്കെതിരെ ഭ്രാന്തളകി നിൽക്കുന്ന കുറേ കാപാലികരുണ്ട്, അറിയാമോ? ദൈവദാസന്മാരുടെ രക്തം കുടിച്ച് കൊതി തീരാത്ത കുറേ രക്തകൊതിയന്മാർ വാളുമെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ പ്രബുദ്ധ ജനതയായതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. കേരളം വിട്ടങ്ങോട്ട് കർണാടക മുതൽ അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങൾ ഭയങ്കരമാണ്. ഞാനൊരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇഞ്ചിലമ്പാടി എന്ന സ്ഥലമായിരുന്നു. ഇഞ്ചിലമ്പാടി എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തു നിന്നൊരു 85 കിലോമീറ്റർ അകത്തോട്ട് പോകണം കർണാടകയിൽ. ഓക്കെ, ഇഞ്ചിലമ്പാടി. അവിടെയാണ് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം. ഒരു പാസ്റ്ററുടെ ചർച്ചിനകത്ത് ഹനുമാൻ്റെ പ്രതിമ കൊണ്ട് വെച്ചിട്ട് പള്ളി അവർ അവകാശമാക്കിയ സംഭവമൊക്കെ നിങ്ങൾ അടുത്ത ഇടയ്ക്ക് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം ഒരു കുര്യാച്ചൻ പാസ്റ്റർ, എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു മോർണിംഗ് ബൈബിൾ സ്റ്റഡി ഉണ്ട്. അതിനകത്തുള്ളവരാണ് ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഉള്ള വാർത്തകൾ എനിക്ക് ലഭിക്കപ്പെടുന്നുണ്ട്. കർണാടകയിൽ ഭയങ്കര പ്രതിസന്ധികളാണ് നടക്കുക. അപ്പോൾ ഈ സമയത്ത് സഭ മിണ്ടാതിരുന്നുകൂടാ. രക്തക്കുതിയന്മാരുടെ ഒരു വലിയ സന്നാഹം രംഗത്തുണ്ട്. ഭിന്നമത രാഷ്ട്രീയ സംസ്കാരങ്ങൾ, ജാതീയ കൊമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന ഭാരതനാട്ടിൽ നാം മിണ്ടാതിരുന്നുകൂടാ. ശക്തമായി പ്രാർത്ഥിക്കണം. നിലത്ത് വീണ് കിടന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിലത്ത് വീണ് കിടന്ന അധികാരി വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേര് തയ്യാറാകും അതിന്? പ്രൈസ് ദ ലോർഡ്. മൊർദെഖായി പറഞ്ഞു, നീ മിണ്ടാതിരിക്കരുത്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അത് കേട്ട ആലോചന കേട്ട എസ്തർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. ഭ്രാന്തിനെ കൈകാര്യം ചെയ്യാൻ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ചെന്നു. അപ്പോൾ ഭ്രാന്ത് തുടങ്ങുമ്പോൾ എന്തോ ഇതോണം? ഭരണാധികാരികൾക്ക് ഭ്രാന്തളകുമ്പോൾ നമ്മൾ എന്തോ ഇതോണം? പ്രാർത്ഥിച്ചോണം. സഹോദരങ്ങൾക്ക് നമുക്കെതിരെ ഭ്രാന്തളകുമ്പോൾ എന്തോ ഇതോണം? ചങ്ങല ഉണ്ടാക്കാൻ പോകരുത്. അവനെതിരെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ചങ്ങലയുമായിട്ട് ഇറങ്ങും. ഈ 3:15 മറക്കല്ലേ? 3:15. ഇതിന് അപ്പുറം ബദൽ ഒരു വാക്യം ഞാൻ തരാം. 8:15 വായിച്ച്. 8:15 എസ്തർ തന്നെയാണ്. എസ്തർ 8:15.
ശൂശൻ പട്ടണം എന്തോ ചെയ്തു? നിങ്ങൾക്കൊരു ആർപ്പും ഉണ്ടാകുന്നില്ലല്ലോ. ഈ വാക്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തില്ല നിങ്ങൾ, അതുകൊണ്ടാണ്. 8:15 ശൂശൻ പട്ടണം എന്ത് ചെയ്തു എന്നാ? കലങ്ങിപ്പോയി. 3:15 8:15 ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ഇതിനിടയിൽ നടന്ന പരിപാടി എന്തോന്ന് പറ? പ്രാർത്ഥനയാണ് നടന്നത്. 8:15 അവർ കലങ്ങിപ്പോകാൻ കാരണം ഹാമാന്റെ ഭ്രാന്താണ്. മനസ്സിലാകുന്നുണ്ടോ? ഹാമാന്റെ ഭ്രാന്താണ്. 8:15 അവർ ആർത്ത് സന്തോഷിക്കാൻ കാരണം മൊർദെഖായിയുടെയും എസ്തേറിന്റെയും പ്രാർത്ഥനയാണ്. അങ്ങനെയാണെങ്കിൽ കലക്കം മാറ്റി പകരം ആർപ്പ് തരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും അടക്കണം. ചില ഭ്രാന്തിന് കുച്ചുവിലങ്ങിടാൻ ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അസൂയാപകമായ നീക്കങ്ങളുമായി നിന്റെ നന്മയെ തടയാൻ ശ്രമിക്കുന്ന ചില പോരുകളെ കർത്താവ് കൂച്ചുവിലങ്ങിടാൻ പോവുകയാ. നാം പ്രാർത്ഥിച്ചേ മതി, പ്രാർത്ഥിച്ച മാത്രം മതി. എസ്തേറും മൊർദെഖായും പ്രാർത്ഥിച്ചു. ദൈവം ഹാമാന്റെ ഭ്രാന്തിന് തടയണയിട്ടു. ഹാമാനെ ദൈവം തൂക്കിക്കളഞ്ഞു. യെസ്, ആത്മീയാലോചന ബോധ്യമായവർ ദൈവത്തെ സ്തുതിച്ചു. സമയം നോക്കണ്ടെന്ന് പകൽക്കാലം ആരാധിക്ക ദൈവത്തെ നന്നായി. ആർപ്പ് നൽകുന്ന തരുന്ന ദൈവം, നിന്റെ കലക്കം മാറ്റി ആർപ്പ് തരുന്ന ദൈവം, സാമ്പത്തികത്തിന്റെ കലക്കം മാറ്റി, മനസ്സിന്റെ കലക്കം മാറ്റി, എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന കലക്കം മാറ്റി നിനക്ക് ആർപ്പിനെ തരാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയ ചിന്തകൾ എത്ര പേർക്ക് ബോധ്യമായി? അപ്പോൾ ഭ്രാന്തിന് ഒറ്റ ചികിത്സയുള്ളൂ. എന്തോന്നാ? പ്രാർത്ഥന വേണ്ടും പോലെ നമ്മൾ ചെയ്താൽ കർത്താവ് പ്ലസോ മൈനസോ ചെയ്തോളും. തൂക്കേണ്ടവനെ തൂക്കും, നേരെ ആക്കേണ്ടവനെ നേരെയാക്കി നമ്മുടെ ഇടയിൽ കൊണ്ടുവരും. അച്ഛാ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, നിങ്ങളെ തകർക്കാൻ വേണ്ടി ഞാനും ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തെന്ന് പറഞ്ഞ് നമ്മോട് ഏറ്റു പറഞ്ഞ് നമ്മുടെ കൂടെ ആവും. ഇത് കർത്താവിൻ്റെ കയ്യിലാണ് അതിൻ്റെ പരിപാടി. സാമ്പത്തികത്തിൻ്റെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടന്നു പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കലക്കമുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഴങ്കാലം അടക്ക ദൈവം ആ കലക്കം മാറ്റി ആർപ്പ് തരും. കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ക്രമീകരിച്ചിരുന്നത്, പക്ഷേ ഒരു കലക്കം ഇപ്പോഴുണ്ട്. നടക്കുന്നില്ല, യാത്ര നടക്കുന്നില്ല, മുടക്കം. ആകപ്പാടെ പറയുന്ന ഒറ്റ ഉപാധി കൊറോണയ്ക്ക് മീതെ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. ചില ഭ്രാന്തിനെ കർത്താവ് മാറ്റും. ചില രേഖകളിൽ കർത്താവിൻ്റെ കയ്യൊപ്പ് പതിയും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പകൽ ഉറപ്പായി ദൈവാത്മാ പറയുന്നു, ചില രേഖകളിൽ കർത്താവിൻ്റെ കയ്യൊപ്പ് പതിയും. നിന്റെ കുഞ്ഞിൻ്റെ യാത്ര മുടക്കി സാത്താൻ വ്യാപരിച്ച് നിൽക്കാൻ പറ്റില്ല. യെസ് 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 യെസ്. ദൈവം ആർപ്പ് തരും, ദൈവം ആർപ്പ് തരും, ദൈവം ആർപ്പ് തരും, ദൈവം ആർപ്പ് തരും. ഹല്ലേലൂയ. എങ്ങനെ മമ്മി, എങ്ങനെ പപ്പ, അയ്യോ നടക്കത്തില്ലായിരിക്കും. കേട്ട് മടുത്ത് നെഞ്ചിനകത്തൊരു കാലക്കം തുടങ്ങി. ആ കുഞ്ഞ് തന്നെ അങ്ങ് UK ചെന്നിട്ട്, ഓസ്ട്രേലിയയിലെ സിഡ്നി ചെന്നിട്ട്, മെൽബണിൽ ചെന്നിട്ട്, അയർലൻഡിൽ ചെന്നിട്ട്, കാനഡയിൽ ചെന്നിട്ട്, ന്യൂയോർക്കിൽ ചെന്നിട്ട് ഒരു കോൾ വരിക, മമ്മി ഞാനിങ്ങ് എത്തി മമ്മി. മമ്മിയുടെ പ്രാർത്ഥന, പപ്പയുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, പാസങ്ങളോട് പറയണേ ഞാൻ വിളിച്ചോളാം. പിന്നെ ഇങ്ങനൊരു കോള് പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. കലക്കം മാറ്റി പകരം ആർപ്പ് തരണമെങ്കിൽ അങ്ങളെ പ്രാർത്ഥിച്ചേ പറ്റൂ. വേറെ ഏജന്റിനെ തേടി നീ പോകേണ്ട കാര്യമില്ല. ഏജന്റിന്റെ കുഴപ്പമല്ല, ചില കലക്കം വരാൻ വേണ്ടിയുള്ള സാഹചര്യം. ആ ഭ്രാന്തം മാറ്റിയിട്ട്, നന്മയുടെ വഴി അടച്ചു നിന്ന ചില ഭ്രാന്തൻ ഹാമാന്മാരെ ദൈവം മാറ്റിയിട്ട് കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണെന്ന്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുകയോ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പൊ 3:15 നിന്ന് 8:15 വന്നപ്പോൾ എന്തുവായി? മോനെ കലക്കം മാറി എന്തോ വന്നു? ആർപ്പ് വന്നു. സ്വത്രം. അതാ 8:15 തന്നെ കൊണ്ട് എഴുതിയിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഹാമാന് ദൈവം 8ന്റെ പണി കൊടുത്തത് അറിയാമോ? സ്തോത്രം. മൊർദെഖായിക്ക് പണി കൊടുക്കാൻ തുടങ്ങിയ ഹാമാന് തമ്പുരാൻ സാധാ പണിയല്ല കൊടുത്ത 8ന്റെ പണി. പിള്ളേരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഷാപ്രയോഗമുണ്ട്, 8ന്റെ പണി എന്ന് പറഞ്ഞാൽ. 8 വരയ്ക്കുന്ന 8ന്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാവോ? 8-നൊന്നും പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. ഇതെവിടെ തുടക്കം എവിടെ അവസാനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് 8. 2 ഇങ്ങനെ വരച്ചാൽ, 3 വരച്ചാൽ പുറത്തിറങ്ങാൻ വാതിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ 8-നകത്തോടെ എങ്ങനെ പുറത്തിറങ്ങുന്നത്? ഒരു രക്ഷയില്ല. വരച്ചെടുത്ത് തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവന്ന് എന്തോ ചെയ്യുക? അവസാനിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് ചുറ്റുമല്ലാതെ പുറത്ത് വരത്തില്ല. അങ്ങനൊരു പണി ഹാമാന് തമ്പുരാൻ കൊടുത്തപ്പോൾ മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുകമരത്തിൽ അവൻ നിന്ന് തൂങ്ങിയാടി. പ്രൈസ് ദി ലോർഡ്. ഒരു ചിന്ത കൂടെ പറയാം. ഈ ഹാമാൻ മന്ദബുദ്ധിയാണെങ്കിലും അവൻ്റെ ഭാര്യ ഭയങ്കര ബുദ്ധിമതിയാണ്, അറിയാമോ? ദൈവം അങ്ങനെ കൂട്ടി ചേർക്കുമല്ലോ. പുരുഷൻ മന്ദബുദ്ധിയാണെങ്കിൽ ഒരു നല്ല ബുദ്ധിമതിയായ സ്ത്രീയെ കൂട്ടത്തിൽ ജീവിത പങ്കാളിയാക്കി ചേർക്കും. സഹോദരി മന്ദബുദ്ധിയാണെങ്കിൽ ബുദ്ധിശാലിയായ ഒരു ഭർത്താവിനെ കൂടെ അങ്ങനെ കൂടെ ചിന്തിച്ചോണം. അല്ലാതെ നിങ്ങൾ മൊത്തം അങ്ങ് ക്രെഡിറ്റ് എടുക്കരുത്. ഓക്കെ, തിരിച്ചുകൊണ്ട് ദൈവമാണ് തമ്മിൽ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര ബുദ്ധിശാലിയാണ്. എന്നും പുള്ളി ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു മൂഡ് ഓഫ് ആയിട്ടാണ് വരെ. എന്ന് ചോദിക്കുക, എന്നെ പറ്റി ഒരു മൂഡ് ഓഫ് ആണല്ലോ, എന്നെ പറ്റി 2-3 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കും. ഒന്നുമില്ല, നീ ഒരു ചായ
ചായ കുടിച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. അപ്പോൾ ഭാര്യ കൊണ്ട് കൊടുക്കുന്ന ചായ ഊതി കുടിച്ച് പത്രമൊക്കെ നോക്കി പുള്ളി പിന്നെ ഇരിക്കും. അവർ പിന്നെ വന്ന് ചോദിക്കും, അല്ല എന്നോ കുഴപ്പമുണ്ട്, ഞാൻ നിങ്ങളെ ഇന്നലെ ഇന്നൊന്നും കാണാൻ തുടങ്ങിയതല്ലേ, എന്തോ പ്രശ്നമുണ്ട്, എന്തോ എന്ന് പറയാം എന്നോട്. പറഞ്ഞില്ല. അവസാനം അസഹ്യമായി, ഇവിടെ നിർബന്ധം അസഹ്യമായപ്പോൾ അവൻ പറഞ്ഞു, ഒരുത്തൻ, എല്ലാവർക്കും എന്നോട് ഭയങ്കര ബഹുമാനം, ഒരുത്തൻ മാത്രം എന്നെ എന്ത് ചെയ്യുന്നില്ല, ആദരിക്കുന്നില്ല. അതാണ് എൻ്റെ എനിക്കറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് ഓഫീസിൽ എന്തോ കല്ലുകടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബുദ്ധിമതിയായ സേരസ് എന്ന ഈ സ്ത്രീ ചോദിക്കുന്നു, നീ പറയുന്നവൻ യഹൂദനാണോ? അവൾക്ക് കാര്യങ്ങളെ അറിയാം. നീ പറയുന്നവൻ യഹൂദനാണോ? അവൻ പറഞ്ഞു, അതെ, നിനക്കറിയാമോ? അല്ല, എനിക്കറിയത്തില്ല. യഹൂദനാണെങ്കിൽ എനിക്കൊരു മുന്നറിയിപ്പ് തരാനുണ്ട്, നീ അവനെ ജയിക്കത്തില്ല. യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. അത് വംശീയതയുടെ ഊറ്റം കൊണ്ടല്ല ആ വാചകം ദൈവാത്മാവിടെ എഴുതിയിരിക്കുന്നത്. യഹൂദനെ നീ ജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ, യഹൂദൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ, യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ. ആരാധിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയുമില്ല. ഇത് സേരസിന്റെ സുവിശേഷമാണ്. സേരസിന്റെ സുവിശേഷമാണിത്. പ്രാർത്ഥിക്കുന്ന നമ്മെ ജയിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. പ്രാർത്ഥിക്കുന്നവനെ ഹല്ലേലൂയ ജയിച്ചു കയറാൻ ആർക്കും ദൈവം അനുവാദം കൊടുക്കില്ല. കാരണം നാം പ്രാർത്ഥിക്കുന്നത് ഉടയവനോട്, നാം പ്രാർത്ഥിക്കുന്നത് സത്യദൈവത്തോട്, നാം പ്രാർത്ഥിക്കുന്നത് വിഗ്രഹത്തോടല്ല, നാം പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ഒരു ഊമ വിഗ്രഹത്തോടല്ല. അപ്പോൾ ഭ്രാന്തിന് കൂച്ചുവിലം കിട്ടാൻ എന്തോ ചെയ്തേ പറ്റുള്ളൂ? കമോൺ, എന്ത് ചെയ്തേ പറ്റൂ? അവർ ഭ്രാന്ത് നിറഞ്ഞവരാ യേശുവിനെ എന്ത് ചെയ്യണ്ടു എന്ന് അവർ കൂടി ആലോചിക്കുമ്പോൾ യേശു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ്. എന്തോന്ന്? പ്രാർത്ഥിക്കുക. ഭ്രാന്ത് ഇളകുമ്പോൾ ഓർത്തോണം, പ്രാർത്ഥിച്ചാൽ മതി. ഭ്രാന്തെന്ന് ഞാൻ പിന്നെയും പറയാം, മാനസിക രോഗത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, നമുക്കെതിരെയുള്ള പ്രതിസന്ധിയുടെ ഭ്രാന്താണ്. പുതിയ നിയമത്തിലുള്ള സംഭവം കൊണ്ട് തരാം, പഴയ നിയമത്തിൽ മാത്രം നിൽക്കേണ്ട, പുതിയ നിയമത്തിലുള്ള സംഭവം തരാം. 26-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 26:11. അപ്പോസ്തലപ്രവൃത്തി 26:11. അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്നവരെ ഉപദ്രവിച്ചു. ആരാ പുള്ളി എന്നറിയാമോ? ദൈവസഭയ്ക്കെതിരെ ഭ്രാന്തുമായിട്ട് ഇളകിയ ഒരു പുള്ളി. ആരാ? ശൗൽ, ബെന്യാമിൻ ഗോത്രജൻ ശൗൽ. ദൈവസഭയ്ക്കെതിരെ ഭ്രാന്ത് നിറഞ്ഞിറങ്ങിയതാണ്. ഈ ഭ്രാന്തിന് കൂച്ചുവിലം കണ്ടാൻ ദൈവസഭ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സഭ, 7 ദിവസം പ്രാർത്ഥനയ്ക്കായി വേറിട്ടിരിക്കുന്ന സഭ കേൾക്കേണ്ട ഒരു ദൂതവും കൂടെ പറയുക. യോ പാസ്റ്റേ, കൊലോസ്യ ലേഖനം വായിച്ചത് അവിടെ കിടക്കുന്നേ ഉള്ളെന്ന് ചിലരെന്നെ ഇങ്ങനെ നോക്കുന്നു തുറിച്ച്. കൊലോസ്യ ലേഖനത്തിൽ വരാം. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ പ്രാർത്ഥനയുമായി പറയാൻ ദൈവാത്മാവ് എന്നെ നിയോഗിക്കുന്നു. കൊലോസ്യ ലേഖനം പഠിപ്പിക്കണം, പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കയറി വന്നത്. പക്ഷേ ദൈവാത്മാവ് എന്നെ വേറൊരു വഴിയിലോട്ട് വിടുന്നു. അടുത്ത 1 മണിക്കൂർ നേരം, 1:30 പാസ്റ്റേ, 1:30 വരെ ഇരിക്കുമല്ലോ. 1:30 വരെ എന്നെ സഹിക്കുമോ? സഹിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ 1:30 കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കാതെ നിർവാഹമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അടുത്ത 1 മണിക്കൂർ ഞാൻ കൊലോസ്യ ലേഖനത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചു. ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രാർത്ഥിക്കുക. അത് മൊർദെഖായി നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഹാമാന് ഭ്രാന്താണെന്നൊരു വാക്യമില്ല, പക്ഷെ ഭ്രാന്ത് തന്നെ അവൻ ചെയ്തത്. ഇവിടെ ഇതാ ബെന്യാമിൻ ഗോത്രജൻ, അവൻ തന്നെ പറയുന്നു, ഞാൻ അത്യന്തം ഭ്രാന്ത്. സാധാ ഭ്രാന്തല്ല, നോക്കിക്കുക വാക്യം, അത്യന്തം ഭ്രാന്ത് പിടിച്ചു. 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം കൂടെ വായിച്ചേ. ഭ്രാന്തിൻ്റെ ആ നടപടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 8:3. അപ്പോസ്തലപ്രവൃത്തി 8:3. യെസ്. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ച് ദൈവസഭയെ മുടിച്ചു പോന്നു. ആ വാക്യത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ വിരോധാഭാസം മനസ്സിലായോ? ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ. ആര് പറഞ്ഞത്? ആണ് മിണ്ടായിരിക്കുന്നു. യേശു പറഞ്ഞതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാചകത്തെ കളഞ്ഞിട്ട് ഒരുത്തൻ സഭയെ മുടിക്കാൻ ഇറങ്ങി. അവൻ തന്നെ പറയുന്നു, എനിക്ക് അത്യന്തം ഭ്രാന്തായിരുന്നു അന്ന്. ഈ ഭ്രാന്തന് ചികിത്സയ്ക്ക് വേണ്ടി ദൈവസഭ അന്ന് മുട്ടുകുത്തിയിട്ടുണ്ട്. യെരൂശലേമിലെ സഭ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി. ഒരു വാക്യമൊന്നും തരാനില്ല, പക്ഷേ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അധികാരത്തോടെ പറയുന്നു, ദൈവസഭയെ മുടിക്കാനൊരു ഭ്രാന്തൻ ഇറങ്ങിയപ്പോൾ സഭ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നത്തെ പോലെ മന്ത്രിയെ കാണാൻ, MLA കാണാൻ, സെക്രട്ടേറിയറ്റ് നടയിൽ പോയിരുന്നു ഉപവാസിരിക്കാനൊന്നും അന്നത്തെ സഭ തീരുമാനിച്ചിരുന്നില്ല. ആദിമ സഭ അത്ഭുതങ്ങളുടെ സഭയായിരുന്നു. നമുക്കിന്ന് എന്തെല്ലാം സംഘടനകൾ, ഇടയ സംഗമം, പിന്നെ ശുശ്രൂഷ സംഗമം, വിശ്വാസി സംഗമം. അയ്യോ, അതിന് പ്രസിഡന്റ്, സെക്രട്ടറിയും ഖജാൻജിയും അതും ഇതൊക്കെ നടക്കട്ടെ, ഒരു കുഴപ്പമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാനിതിലൊന്നും ചേർന്നിട്ടില്ല ഇതുവരെ. സ്വാതന്ത്ര്യം. എൻ്റെ മൂത്ത അളിയനായിരുന്നു പാസ്റ്റർ JC പാറക്കടവിൽ. അറിയാമല്ലോ നിങ്ങൾക്ക്. JC പാറക്കടവിനെ അറിയാത്തവരെ തിരുവനന്തപുരംകാരില്ല. അദ്ദേഹത്തിന് ഏക സഹോദരിയാണ്, എൻ്റെ ഭാര്യ ആൻസി. അദ്ദേഹം മരിക്കുന്നിടം വരെ എന്നോട് വെച്ച് പുലർത്തിയ ഒരേ ഒരു വിരോധമേ ഉള്ളൂ, ഇവിടുത്തെ ഒരു ശുശ്രൂഷക സംഗമത്തിൽ ഞാൻ അംഗമായില്ല എന്നുള്ള ഒറ്റ കാരണം. ബാക്കി എല്ലാത്തിനും പുള്ളിക്ക് എന്നോട് സന്തോഷമായിരുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. എൻ്റെ അധ്യാപകനും കൂടിയാണ്.
അപ്പോൾ ഇവിടെ ഒരു സംഗമം, എന്തെങ്കിലും ശുശ്രൂഷന്മാർക്ക് പ്രശ്നമുണ്ടായി നമ്മളെല്ലാം കൂടെ ഒത്തുകൂടണം, കാക്കയെ പോലെ ഒത്തുകൂടണം, എന്നിട്ട് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു, അതിനകത്ത് സംഘം ചേരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നെ എന്നെ ഉപദ്രവിക്കരുത്, കർത്താവ് തന്ന ശുശ്രൂഷയെ വേണ്ടി ഞാൻ ഇങ്ങനെ പൊക്കോളാം, എനിക്ക് ഒരു സംഗമത്തിലും ചേരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വിരോധമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ളത്, അല്ലാതെ എല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് ഈ സംഘത്തോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം ഉപദേശം നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഏതായാലും മന്ത്രിമാരൊന്നുമല്ല. ദൈവസഭയുടെ പ്രശ്നം, ദൈവസഭ കർത്താവിൻ്റെതാണ്. ആ കർത്താവിന് സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് കർത്താവ് തന്നെയാണ് പരിഹാരം തരേണ്ടത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സമരമുറ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക എന്നതാണ്. വലിപ്പച്ചെറുപ്പങ്ങൾ മറന്നിട്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് കൈയോട് കൈ കോർത്തു പിടിച്ച് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, കുലവ്യത്യാസമില്ലാതെ, ദിക്കുകൾ വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ ഒന്ന് എന്ന ചിന്താഗതിയോടെ മുട്ടുകുത്താൻ നമുക്ക് പറ്റിയാൽ ദൈവം ഭ്രാന്തന് കൂച്ചുവിലങ്ങിടും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കേട്ടോണം ഒരു കാര്യം. എനിക്ക് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഓൺലൈനൊന്നും ആരും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് സംഘടനകളൊന്നും ചേരുന്നതിനോട് താല്പര്യമില്ല. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ പ്രാർത്ഥനയിലൂടെ മറുപടി കണ്ടെത്തുന്നു. ദൈവമാണ്, ദൈവത്തിൻ്റെതാണ് സഭ, ഗവൺമെൻറ്റിൻ്റെതല്ലെന്ന്. ദൈവത്തിൻ്റെതാണ് സഭ. കാരണം കർത്താവ് പണം മുടക്കി നേടിയതല്ല, പ്രാണൻ മുടക്കി നേടിയതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് കർത്താവാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അപ്പോൾ സഭയ്ക്കെതിരെ ഒരു ഭ്രാന്തൻ ഇളകിയപ്പോൾ ദൈവസഭ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറ? തീർച്ചയായും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പത്രോസിനെ തടവിൽ ഏൽപ്പിച്ചപ്പോൾ സഭ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന്? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെങ്കിൽ സഭയെ മുടിക്കാൻ ഒരുവൻ ഇറങ്ങിയപ്പോൾ സഭ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടി എന്താ? 2 മറുപടി ഞാൻ പറയാം. ഈ ഭ്രാന്തനെ ചികിത്സിക്കാൻ, ഈ ഭ്രാന്തനെ കൈകാര്യം ചെയ്യാൻ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പ്ലസോ മൈനസോ കർത്താവ് ചെയ്യും. ഹാമാനോട് കർത്താവ് പ്ലസ് അല്ല ചെയ്തത്, എന്തോ ചെയ്തു? മൈനസ്. അവനെ തൂക്കിലേറ്റി കർത്താവ്. പക്ഷേ ഈ ഭ്രാന്തനെ കൈകാര്യം ചെയ്യാൻ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവനെ അങ്ങ് രൂപപ്പെടുത്തി ദൈവസഭ വളർത്താൻ അവനെ അങ്ങ് ഏൽപ്പിച്ചു. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും സംഭവിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ. നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഇത് പലതും സംഭവിക്കാതെ പോകുന്നത്. ഓക്കെ, കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വിവരം ഞാനൊന്ന് പറയട്ടെ. ശ്രദ്ധിച്ച് കേട്ടോണം, ചരിത്രമാണ് പറയുക. അപ്പോസ്തലപ്രവൃത്തി 8, 9, 10 3 അധ്യായങ്ങൾ പഠിക്കണം. അപ്പോസ്തലപ്രവൃത്തി ഏതൊക്കെയാണ്? ഇവിടെ നിന്ന് പുള്ളിയൊക്കെ എഴുന്നേറ്റ് പോയോ? ഇൻ്റർവ്യൂലാണോ? ഓക്കെ, അപ്പോസ്തലപ്രവൃത്തി 8, 9, 10 3 അധ്യായങ്ങൾ പഠിക്കണം. 8-ാം അധ്യായത്തിൽ ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ, മഹാനായ ഭണ്ഡാര വിചാരകനായിരിക്കുന്ന ഒരു ബുദ്ധിരാക്ഷസൻ രക്ഷിക്കപ്പെടുന്ന ചരിത്രമാണ് 8-ാം അധ്യായം. ഐത്യോപ്യ രാജ്ഞിയുടെ മഹാനായ ഷണ്ണൻ മാനസാന്തരപ്പെടാൻ കാരണം ആരാ? കുഞ്ഞുങ്ങൾ പറ. ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ മാനസാന്തരപ്പെടാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാണ്? എന്തൊരു മൗനം, എന്നാ അച്ചടക്കം നോക്കി. ആരെയാ ദൈവം ഉപയോഗിച്ചത്? ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ ഉപയോഗിച്ചത്. മോനെ 8-ാം അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ ദൈവം ഉപയോഗിച്ചത്. അറിയാലോ, ഫിലിപ്പോസ് എന്ന ദൈവവചനം അറിയിച്ചു, മാനസാന്തരപ്പെട്ടു, വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ സ്നാനപ്പെട്ടാണ് പുള്ളി തിരിച്ചു പോയത്. ഓക്കെ, 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ മാനസാന്തരം. ശതാധിപനാണ്, ഒരു പട്ടാള കമാൻഡറാണ്, അദ്ദേഹം മാനസാന്തരപ്പെടുന്നു. അതിന് ദൈവം ആരെ ഉപയോഗിച്ച്? പത്രോസ് എന്ന 1-ാമത്തെ പോപ്പിനെയാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? പത്രോസിനെ ഉപയോഗിച്ച്. അപ്പോൾ 8-ാം അധ്യായത്തിൽ മഹാനെ മാനസാന്തരപ്പെടുത്താൻ ദൈവം ആരെ ഉപയോഗിച്ചു? കമോൺ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആരെ ഉപയോഗിച്ചു? ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ ഉപയോഗിച്ചു. 10-ാം അധ്യായത്തിൽ പട്ടാള കമാൻഡറെ മാനസാന്തരപ്പെടാൻ ദൈവം ആരെ ഉപയോഗിച്ചു? പത്രോസിനെ ഉപയോഗിച്ചു. പക്ഷേ സഭയെ മുടിക്കാൻ ഇറങ്ങിയവനെ കൈകാര്യം ചെയ്യാൻ ഒരു സുവിശേഷകനെയോ അപ്പോസ്തലനെയോ അയക്കാതെ കർത്താവ് നേരിട്ടിറങ്ങി. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ആശയം? ഈ ദിവസങ്ങളിൽ 7 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ ദൈവം ഗസ്റ്റ് സ്പീക്കേഴ്സ് ഞങ്ങൾ 6-7 പേരുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ, TJ സമൂഹൽ സാർ അടക്കം ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങളെ ആരെയുമല്ല ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പകലും രാത്രിയും ഇവിടെ വന്ന് നിലവിളിക്കുന്ന ഈ വിഷയങ്ങളുടെ മേൽ പ്രവൃത്തി വെളിപ്പെടുത്താൻ കർത്താവ് നേരിട്ടിറങ്ങും. നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങും, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങും, നിങ്ങളുടെ ഓഫീസിലേക്ക് ഇറങ്ങും. മോനെ, നിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കർത്താവ് നേരിട്ടിറങ്ങും. കർത്താവ് നേരിട്ടിറങ്ങുമെന്ന് പറയുന്നതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? നിന്റെ വാടക വീട്ടിനകത്തേക്ക്, നിന്റെ സ്വന്തം വീട്ടിനകത്തേക്ക്, പ്രശ്നബാധിത മേഖലയിലേക്ക് കർത്താവ് വന്നിറങ്ങി പ്രവർത്തിക്കും. സഭയുടെ പ്രാർത്ഥന അങ്ങനെയാണ്. സഭ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. ഈ വിഷയം ഗൗരവമായതുകൊണ്ട് കർത്താവ് തന്നെ നേരിട്ടിറങ്ങി. ഓ, ആരാധിക്കുക കർത്താവിനെ. കേട്ട വചനപ്രകാരം ആരാധിക്കുക. ആത്മീയ ചിന്തകൾ അകതാരിൽ നന്നായി പ്രയോജനപ്പെട്ടെങ്കിൽ ആരാധിക്കുക കർത്താവിനെ. മിണ്ടാതിരിക്കേണ്ടതില്ല. കർത്താവ് തന്നെ നേരിട്ട് വരാൻ പോവുക. കർത്താവ് തന്നെ നേരിട്ട് ഇറങ്ങാൻ പോവുക. കർത്താവ് തന്നെ ചില വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ പോവുക. കർത്താവ് തന്നെ ഫയൽ കാണാൻ പോവുക. കർത്താവ് തന്നെ ഫയലിൽ ഒപ്പിടാൻ പോവുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ഹല്ലേലൂയ, മനസ്സിലാവുന്നുണ്ടോ? 2 ചിന്തകൾ ഞാൻ തരാം. 2 ചിന്തകൾ കഴിഞ്ഞിട്ടേ കൊലോസ്യ ലേഖനത്തിലേക്ക് പോകുന്നുള്ളൂ. ഒന്ന്, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഭ്രാന്തനെ കൈകാര്യം ചെയ്യാൻ, ഭ്രാന്തനെന്ന് ഞാനല്ല പറഞ്ഞ, പൗലോസ് തന്നെ പറയുന്നു, ഞാൻ അത്യന്തം ഭ്രാന്ത് നിറഞ്ഞവനായി. അപ്പോൾ ഭ്രാന്തനെ കൈകാര്യം ചെയ്യാൻ പത്രോസ് പോയാൽ പറ്റത്തില്ലെന്നറിയാം, ഫിലിപ്പോസ് പോയാൽ പറ്റത്തില്ലെന്നറിയാം, യോഹന്നാൻ പോയാൽ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥനയെ പരിഗണിച്ച് ആര് തന്നെ വന്നു? ഇന്ന് നിങ്ങളുടെ തലയെ തൊട്ട് പറഞ്ഞില്ലെങ്കിലും ശക്തമായി ദൈവാത്മാവിൻ്റെ ദൂത് ഇവിടെ ഇരിക്കുന്നവരോടും ഓൺലൈനിലുള്ളവരോടും ഞാൻ പറയുന്നു, വിഷമത്തോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കർത്താവ് തന്നെ ഇറങ്ങും. ഈ ദിവസങ്ങളിൽ കർത്താവ് തന്നെ ഇറങ്ങും.
തടഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ തടസ്സം മാറ്റ, മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളുടെ മുടക്കം മാറ്റ. ഓ ഹല്ലേലൂയ! കർത്താവ് തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുന്ന ദിവസമാണിത്. കർത്താവ് തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദിനമാണിത്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുക, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ഗ്ലോറി! ഹല്ലേലൂയ! താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ജീസസ്. വേറൊരു ചിന്ത കൂടെ ഞാൻ തരാം, നോക്കിക്കേ. 8:3 വാക്യം നമ്മൾ വായിച്ചല്ലോ. പൗലോസ് ശൗൽ വീട് തോറും എന്ത് ചെയ്തു? കയറി സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചടച്ചു. അതെന്നെ നരാധമത്വമായ പ്രവൃത്തിയാണെന്നറിയാം. പുരുഷന്മാരെ തല്ലാം, പിടിച്ചടയ്ക്കാം, സ്ത്രീയെ തൊടാൻ പാടില്ല. യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് സ്ത്രീയെ തൊടരുത്. സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ്. അവളെ ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ല. ഉപരോധം ഏർപ്പെടുത്തി വീട്ടിനകത്ത് അടയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൊടാൻ പാടില്ല സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച്. പക്ഷേ പൗലോസ് എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ഡോക്ടർ ലൂക്ക് ചരിത്രകാരനാണ്. കൃത്യമായി ചരിത്രം രേഖപ്പെടുന്നതിന് ഡോക്ടർ ലൂക്കിനെ പോലെ വിജയിക്കുന്നത് വേറെ ആരുമില്ല. മത്തായി സുവിശേഷത്തെക്കാൾ, മർക്കോസിന്റെ സുവിശേഷത്തെക്കാൾ, യോഹന്നാന്റെ സുവിശേഷത്തെക്കാൾ ഗംഭീരമായി ചരിത്ര വീക്ഷണം ഡോക്ടർ ലൂക്കിൻ്റെതാണ്. അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയിലെ സ്കോളറായിരുന്നു അദ്ദേഹം. തീത്തോസ് എന്ന് പറയുന്ന പൗലോസിന്റെ സ്നേഹിതൻ അല്ല, പൗലോസിന്റെ നിജപുത്രൻ, തീത്തോസിന്റെ മൂത്ത ജ്യേഷ്ഠനാണ് ലൂക്കോസ് എന്ന് അടുത്ത സമയത്ത് ഒരു കമന്ററിയിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നു. ശരിയായിരിക്കാം, രണ്ടുപേരും ജാതി വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാ. ഡോക്ടർ ലൂക്കിന്റെ ചരിത്ര വൃത്താന്തം ഭയങ്കരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം, അപ്പോസ്തലരുടെ പുസ്തകം നിങ്ങൾ വായിക്കണം. ക്രമമായും നിശ്ചയമുള്ളതും സൂക്ഷ്മ പരിശോധന ചെയ്തിട്ട് മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം മഹാഭ്രാന്തനായിരുന്നു, അത്യന്തം ഭ്രാന്ത് നിറഞ്ഞവനായി. ആ ഭ്രാന്ത് നിറഞ്ഞവൻ ഭ്രാന്തിന്റെ ആവേശം കൊണ്ട് സ്ത്രീകളെ കൂടെ റോഡിലൂടെ എന്തോ ചെയ്തു? വലിച്ചിഴച്ചു. ദൈവസഭ എന്തോ ചെയ്തു? മുടിച്ചു. ഓ, ഇതിൽ മനം കലങ്ങി, ചങ്ക് കലങ്ങിയ ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഭാവേ, വീട്ടിൽ കയറി വന്ന് തല്ലി തുറന്ന് അകത്ത് കയറി എല്ലാവരെയും തല്ലുന്നു, ഇങ്ങനൊരു ഭ്രാന്തനെ അവിടെ നിന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീട് തോറും, ആ വാക്യത്തിനടിയിൽ വര കൊടുക്കണം നിങ്ങൾ, 8:3 വീട് തോറും. ഈ വാക്യത്തിന് ബദൽ, ഞാൻ മുമ്പ് എസ്തറിന്റെ പുസ്തകം 3:15 ബദൽ ഏതാ തന്നെ? അത് മറന്നു. ഇതിപ്പോൾ റീത്ത് വെച്ച പോലെ ആവുമോ? ആദ്യം വെച്ചാൽ അടിയിലായി പോകും, പിന്നെ വെച്ചതേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആവുമോ? എസ്തറിന്റെ പുസ്തകം 3:15 ബദൽ വാക്യം ഏതാ തന്നെ? 8:15 എന്ന് പറഞ്ഞതുപോലെ 8:3 ബദൽ വാക്യം ഞാൻ തരാം. 20:20 വാക്യം വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 20:20. അപ്പോസ്തലപ്രവൃത്തി 20:20 വായിച്ചു. വീട് തോറും കയറി എന്നുള്ളതിന് ബദൽ വാക്യമാണ് 20:20. വേഗം വായിച്ച്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ, അവിടെ മുതൽ തുടങ്ങണം. വായിച്ചേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളെ അറിയിച്ചു. എന്ന ഗംഭീരമായി എഴുത്താ നോക്കി. ഡോക്ടർ ലൂക്കിനെ എനിക്ക് ഭയങ്കര പ്രണയം തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ വിശകലനം. 8:3 പറയുന്നു, വീട് തോറും കയറി തല്ലി. വീട് തോറും കയറി തല്ലിയവനെ സഭ പ്രാർത്ഥിച്ചപ്പോൾ വീട് തോറും കയറി സുവിശേഷം അറിയിക്കുന്നവനാക്കി ദൈവം മാറ്റിയെന്ന്. സഭയുടെ പ്രാർത്ഥനയുടെ ഫലം കണ്ടോ? ഭ്രാന്തനെ ദൈവം ഒരുക്കിയെടുത്ത് കണ്ടോ? ഒരു ഭ്രാന്തനെ ദൈവം ചങ്ങലെ തൂക്കിയപ്പോൾ വേറൊരു ഭ്രാന്തനെ ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി. സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ ഉന്നമനത്തിന്, സഭയുടെ ആത്മിക വർധനവിന് ഈ ദിവസങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഏത് വ്യക്തിയെ മനസ്സിൽ വെച്ചോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? അവനെ കർത്താവ് കൈകാര്യം ചെയ്ത് ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനമാക്കും. വീട് തോറും കയറി തല്ലിയവനെ വീട് തോറും കയറി സുവിശേഷം അറിയിക്കുന്നവനാക്കി മാറ്റി. ഹല്ലേലൂയ! വാക്യം മനസ്സിലായിട്ടാണോ സ്വോത്രം പറഞ്ഞേ? ആൻറ്റിമാർക്കൊക്കെ മനസ്സിലായോ? 8:3 എന്തോ വായിച്ചേ? വീട് തോറും കയറി തല്ലി വലിച്ചടച്ചു. 20:20 എന്തോ വായിക്കുന്നേ? വീട് തോറും കയറി സുവിശേഷം അറിയിക്കുന്നവരാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പം സഭ പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമല്ലയോ? സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ 7 ദിവസം വേണ്ടെന്ന്, നമ്മൾ ഒരുമിച്ച് ഐക്യതയോടെ 7 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. ദൈവപ്രവൃത്തി വെളിപ്പെടും. ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവം ചില ഉള്ളങ്ങളോട് ഇടപെടാൻ പോവുക. ദൈവം ചില ഉള്ളങ്ങളോട് ഇടപെടാൻ പോവുക. ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ!